രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കസ്തൂരി തിലകം നാരായണം കസ്തൂരി തിലകം നാരായണം കസ്തൂരി തിലകം നാരായണം കസ്തൂരി തിലകം നാരായണം കമലനയനം നാരായണം കമലനയനം നാരായണം കസ്തൂരി തിലകം നാരായണം കസ്തൂരി തിലകം നാരായണം ഗുരുവായൂർ പുരനാരായണം ഗുരുവായൂർ പുരനാരായണം കലിയുഗ അവതാരം നാരായണം കലിയുഗ അവതാരം നാരായണം ഗോവിന്ദ ഗോവിന്ദ നാരായണം ഗോവിന്ദ ഗോവിന്ദ നാരായണം ഗോവിന്ദ ഗോവിന്ദ നാരായണം ഗോവിന്ദ ഗോവിന്ദ നാരായണം കസ്തൂരി തിലകം നാരായണം കസ്തൂരി തിലകം നാരായണം കമലനയനം നാരായണം കമലനയനം നാരായണം കസ്തൂരി തിലകം നാരായണം കസ്തൂരി തിലകം നാരായണം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം അതിലെ ഷഷ്ഠസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷഷ്ഠസ്കന്ധത്തിൻ്റെ ലക്ഷണം പോഷണം എന്നാണ്. പോഷണം എന്ന് പറഞ്ഞാൽ പോഷിപ്പിക്കുക. ഭഗവാനെ ആരാധിക്കുന്നവരെ ഭഗവാൻ പോഷിപ്പിക്കും. സൽക്കർമ്മം ചെയ്യുന്നവരെ ഭഗവാൻ പോഷിപ്പിക്കും. ദാനധർമാദികൾ ചെയ്യുന്നവരെ ഭഗവാൻ പോഷിപ്പിക്കും. ചിലർ പറയും ഇത്രയൊക്കെ സൽക്കർമ്മം ചെയ്തിട്ടും എൻ്റെ കഥ കണ്ടില്ലേ, ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടമായിരുന്നു. എന്താണ്? അപ്പം അങ്ങനെ ചോദിക്കരുത്. അയാൾ നോക്കൂ, ദുഷ്കർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ എന്തൊരു ഐശ്വര്യം. എന്താ പറയുക, നാളെ മുതൽ തുടങ്ങൂ എന്ത് അയാളെ പോലെ. അതിനുള്ള ധൈര്യമില്ല. അങ്ങനെയൊന്നും പറഞ്ഞതിൽ അർത്ഥമില്ല. ഒരാൾ അനുഭവിക്കുന്ന ആനന്ദം നമുക്ക് മാറി നിന്ന് കാണാൻ മനസ്സിലാവുന്നില്ല. നമ്മൾ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് തീരുമാനിക്കുന്നത് അയാൾ സുഖിച്ചിരിക്കാവുന്നത്. എങ്ങനെ മനസ്സിലാവും? ഇപ്പോൾ ഇവിടെ ഇരിക്കണവരിൽ ആരാപ്പോൾ ഏറ്റവും നന്നായി സന്തോഷമായിട്ടിരിക്കണത് എങ്ങനെയാണ് മനസ്സിലാവുക? യന്ത്രമുണ്ടോ കയ്യിൽ? ഇല്ല. അത് നമുക്ക് മനസ്സിലാവില്ല. എത്ര കാറുണ്ട്, എത്ര ഫ്ലാറ്റ് ഉണ്ട്, എത്ര സാരി ഉണ്ട് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുമോ? അതില്ല. അപ്പം അതുകൊണ്ട് അതൊന്നല്ല അതിലെ മാനദണ്ഡം. സൽക്കർമ്മം ചെയ്യുക, സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും. ഇപ്പം ദുഃഖം ഉണ്ടെങ്കിൽ അത് ഈ ജന്മം മാത്രമല്ല, പല ജന്മങ്ങളിലായിട്ട് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് ധർമ്മം അനുഷ്ഠിച്ച് കഴിയുക. ധനാധർമ്മ തതസുഖം. ധർമ്മത്തിലൂടെ സുഖം ഉണ്ടാവുള്ളൂ, സംശയമൊന്നുമില്ല. ശാന്തി തൃപ്തി ഉണ്ടാവണമെങ്കിൽ സദാചാരം കൂടിയേ തീരൂ. ഇവിടെ ഈ വൃത്രാസുരൻ്റെ ചരിത്രം കേട്ട സമയത്ത് പരീക്ഷത്ത് ചോദിക്കുകയാണ്, പറയുമ്പം ആൾ അസുരനാണ്. അങ്ങനെ ഈ അസുരൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വേദന. അയാളുടെ സ്വഭാവം കണ്ട അസുരനായിട്ട് തോന്നണില്ല. അങ്ങനെ തന്നെ ഈ അസുരൻ എന്ന് പറയണത്. അസുരൻ ഇങ്ങനെ സ്തുതിക്കുമോ യുദ്ധക്കളത്തിൽ വെച്ചിട്ട്? അപ്പോഴാണ് പറയണത് ആ അസുരൻ ആരാ ചോദിച്ചാൽ പൂർവ്വജന്മത്തിൽ ആരാന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. സാധാരണ സത്വഗുണപ്രധാനികൾക്ക് പോലും ഋഷിമാർക്ക് പോലും ഇങ്ങനെയൊന്നും അനുകൂല സാഹചര്യത്തിൽ പോലും ഭജിക്കാൻ തോന്നാറില്ല. പറയുമ്പോൾ സപ്താഹ വേദിയാവും, കുറേ വിഗ്രഹമൊക്കെ മുന്നിൽ വെച്ചിട്ടുണ്ടാവും, വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്, കയ്യിൽ പുസ്തകമുണ്ട്, എന്നാലും ഈശ്വര വിചാരം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നോക്കൂ, യുദ്ധക്കളത്തിൽ വെച്ചിട്ട് അവിടെ വിഗ്രഹമൊന്നുമില്ല, ചുറ്റും കബന്ധങ്ങൾ, ചോരപ്പുഴ, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ശത്രുവിനെ കാണുമ്പം സ്തുതിക്കണമെങ്കിൽ ഈ വക
ഭക്തിയെ പറ്റിയൊക്കെ വിസ്തരിച്ച് പറയണമെങ്കിൽ അയാൾ സാധാരണക്കാരനല്ല. എങ്ങനെ സ്തുതിക്കാൻ സാധിച്ചു ഒരു അസുരന്? അപ്പോൾ ഉത്തരം പറയണം. രജസ്തമസ്വഭാവസ്യ ബ്രഹ്മൻ വൃത്രസ്യ പാത്മന നാരായണേ ഭഗവതി കഥമാസീത് ദൃഢാമതി. ഈ ഭഗവാനായിരിക്കുന്ന നാരായണനിൽ ഈ ഒരു അസുരൻ എങ്ങനെ ഇങ്ങനൊരു ദൃഢമായ ഭക്തി ഉണ്ടായി? പുത്രമായിട്ട് പറഞ്ഞു, അത് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാവുന്നതല്ല. അദ്ദേഹം പൂർവ്വജന്മത്തിൽ ആരാന്നുള്ളത് പറഞ്ഞു തരാം. പൂർവ്വജന്മത്തിൽ അദ്ദേഹം ചിത്രകേതു പേരായിട്ടുള്ള രാജാവായിരുന്നു. എന്താ പേര്? ഉറങ്ങരുതേ. പണ്ട് ചിത്രകേതു പേരായിട്ടുള്ള രാജാവായിരുന്നു. ആസീത് രാജ സാർവഭൗമ ശൂരസേനേഷു വൈ നൃപ ചിത്രകേതുരിഖ്യാത. ചിത്രകേതു ഇതി ചിത്രകേതു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ശൂരസേനത്തിലെ രാജാവാണ്, വലിയ കേമനാണ്, ധാരാളം ഭാര്യമാരുണ്ട് അദ്ദേഹത്തിന്, സ്വത്ത് നല്ലോണം ഉണ്ട്, വലിയ കൊട്ടാരം, നല്ല ആരോഗ്യം. ഭാര്യമാർ എത്ര പേരുണ്ട്? 1000 ഭാര്യമാർ. പക്ഷെ സമാധാനം ഉണ്ടോ? ഇല്ല. എങ്ങനെയുണ്ടാവുക? അല്ല, അതുകൊണ്ടല്ല 1000 ഭാര്യമാരുള്ളതല്ല പ്രശ്നം. 1000 ഭാര്യമാരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളില്ല. അപ്പം ദുഃഖിക്കുകയാണ്, മക്കളില്ല എന്നുള്ള ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. അല്ലെങ്കിൽ ലോക സ്വഭാവം അങ്ങനെയാണല്ലോ, എന്താ ഇല്ലാത്തത് നോക്കിയിട്ട് കരയല്ലേ നമ്മൾ ചെയ്യുക, ഉള്ളത് ആലോചിച്ച് സന്തോഷത്തോടെ. അതില്ല. ഇദ്ദേഹത്തിന് ആലോചിക്കായിരുന്നു, പറയത്തക്ക വലിയ രോഗങ്ങളൊന്നുമില്ല, ആരോഗ്യമുണ്ട്, വലിയ പ്രശ്നങ്ങളില്ല, ഓർമ്മയ്ക്ക് ബുദ്ധിക്കൊന്നും വലിയ പ്രശ്നമില്ല, ഭാര്യമാർ 1000 പേരുണ്ട്, അവർ നോക്കിക്കോളും. ഇനി എന്തെങ്കിലും വയ്യായി വന്നാൽ, നല്ല വലിയ കൊട്ടാരുണ്ട്, അത്യാവശ്യം ബാങ്കിൽ ബാലൻസും ഉണ്ട്, എന്നാൽ പിന്നെ സമാധാനമായിട്ടൊന്നും ഇവിടെ ഇല്ല. അപ്പം അങ്ങനെ ആലോചിച്ച് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, എന്താ കുഴപ്പം? കുട്ടിയില്ല. എന്നാൽ ദുഃഖിക്കാം, കുട്ടിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ കഥ. എന്തോ ഒരു കുറവ് നമുക്കുണ്ടാവും. അതിപ്പോൾ എന്തെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കുറവായിരിക്കും. എല്ലാവർക്കും 99 ഉള്ളൂ, ഒന്നിൻ്റെ കുറവുണ്ട്. അത് ചിലർക്ക് കല്യാണമായിരിക്കും, ചിലർക്ക് കല്യാണം കഴിഞ്ഞതായിരിക്കും. അപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റില്ല. കുട്ടി ഇല്ല എന്നുള്ളതായിരിക്കും, ചിലർക്ക് കുട്ടി പരാക്രമിയായിട്ടുള്ളൊരു കുട്ടി ഉണ്ട് എന്നുള്ളതായിരിക്കും പ്രശ്നം. ജോലി ഇല്ല എന്നുള്ളതായിരിക്കും, ജോലി ഉണ്ട് എന്നുള്ളതാവും പ്രശ്നം. ഇങ്ങനെ എന്നത് പറയാൻ പറ്റില്ല. വീടില്ല എന്നുള്ളതാവും പ്രശ്നം, വീട് വിറ്റില്ല എന്നുള്ളതാവും പ്രശ്നം. ഇങ്ങനെ ഒരു കുഴപ്പം അങ്ങനെ ഉണ്ടാവും. ശരിക്കും അതൊന്നും നല്ല കുഴപ്പം, ഈശ്വരനെ കിട്ടിയില്ല, അതാണ് കുഴപ്പം. ഭാഗവതം കേൾക്കാത്തതാണ്, എന്നാൽ അത് കേൾക്കൂല. അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു കുഴപ്പമൊക്കെ ഇല്ല കേട്ടോ, തോന്നിയതാണ്. പ്രത്യേകിച്ച് ഒരു കുഴപ്പം ഇല്ല, നമ്മൾ പൂർണ്ണരാണെന്ന് ബോധ്യവും. അത് കേൾക്കാത്തോടത്തോളം കാലം താൻ പൂർണ്ണല്ല, എന്തോ ഒരു കുഴപ്പം എനിക്കുണ്ട്, ഞാൻ അല്പനാണ്. അല്പേ സുഖമസ്തി ഭൂമാവൈ സുഖം. അല്പത്തിൽ സുഖമില്ല. ഈ തുച്ഛമായ വിഷയങ്ങളിൽ ഭ്രമിച്ചിട്ട് അതും കൂടി കിട്ടിയ സുഖവും ഇതും കൂടി കിട്ടിയ സുഖവും തോന്നുന്നത് വെറുതെയാണ്. കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും സുഖമില്ല എന്നുള്ളത്. പക്ഷെ രാജാവിന് ഇവിടെ എത്ര പറഞ്ഞിട്ടത് ബോധ്യമാവുന്നില്ല. അദ്ദേഹത്തിന് തോന്നുകയാണ് മക്കളുണ്ടായാൽ സമാധാനമാവും, ഒരു സന്തതി ഉണ്ടായാൽ, ഒരു മകൻ ഉണ്ടായാൽ തൻ്റെ ദുഃഖം തീരും എന്ന് വിചാരിച്ചിരിക്കുകയാണ് ആര്? രാജാവ്. ഒരിക്കൽ അങ്കിരസ് മഹർഷി അദ്ദേഹത്തെ കണ്ടു. എന്താ ദുഃഖം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, മക്കളില്ലാണതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. അങ്കിരസ് മഹർഷി പറഞ്ഞു, അതങ്ങ് വലിയ വിഷമായിട്ട് കണക്കാക്കൊന്നും വേണ്ട, മക്കൾ ഉണ്ടായിട്ടും സമാധാനമൊന്നും പലർക്കുമില്ല, ഒന്ന് നോക്കിയാൽ പോരെ. നമുക്കിപ്പോൾ ഒന്നും അങ്ങോട്ട് വേണമെന്നങ്ങോട്ട് തോന്നി വല്ലാതെ ആശ തോന്നുമ്പം നമ്മളതിൻ്റെ ഗുണവശം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അതാണ്. അപ്പോൾ അതിൻ്റെ ദോഷം കൂടി അങ്ങോട്ട് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് അതിനോടുള്ള താല്പര്യം, ആ ആഗ്രഹം അങ്ങോട്ട് കുറച്ച് കുറയും. ഇല്ല കാശ് വേണം, കാശ് ഉണ്ടായിട്ട് കഷ്ടപ്പെട്ടവർ കണ്ട നന്നായിട്ടോ, കല്യാണം കഴിഞ്ഞ് ക്ലേശിക്കുന്ന പറയണ്ട, നന്നായിട്ടോ കഴിയാൻ. അങ്ങനെ ചിന്തിക്കാം. മക്കളുണ്ടാവണം, വല്ലാതെ ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളുണ്ടായിട്ട് കഷ്ടപ്പെടുന്നവരെ കാണുന്നില്ലേ? ഇങ്ങനെയൊന്നും ഉണ്ടായിപ്പോയല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നവരുണ്ടല്ലോ. ഇതെൻ്റെ മകനല്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. മക്കളുണ്ടായിട്ടും മെല്ലെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ആക്കി പോരുന്നവരില്ലേ? എത്ര ദിക്കിൽ പരാതി പറയണു, വിഷമം പറയണു. വൃദ്ധസ്ഥാനത്തിൽ പോയി ചോദിക്കുകയാണ്, മകനെ കാണുന്നുണ്ടോ? ഇല്ല. എന്താണ്? ഒട്ടുമില്ല. പറഞ്ഞുകൊണ്ട് കറിയാം അമ്മ, കാണുന്നില്ല. കാണണ്ട. അങ്ങനെ ഒരു മകൻ ഉണ്ടാവണമെന്നുണ്ടോ? അത്രേ ചോദ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ തോന്നും, നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ ഒക്കെ നന്നായിട്ട് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് ഒക്കെ നന്നാവും, ഒക്കെ കേമാവും എന്നുള്ള വിചാരം കൊണ്ടാണ്. അതുകൊണ്ട് താൻ തൽക്കാലം ഇപ്പം കിട്ടിയ ഐശ്വര്യത്തിന് ഭഗവാനോട് നന്ദി പറഞ്ഞൂടെ. ഓരോരുത്തർക്ക് ഓരോ യോഗമായിരിക്കും. മക്കളുണ്ടെന്ന് കരുതിയിട്ടിപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മളുള്ള സമയം ഭഗവാനെ ഭജിക്കാൻ നോക്കുക, സമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. തൽക്കാലം തനിക്ക് ആ പുത്രം എന്നുള്ള ആശയം കെട്ട് ഒഴിവാക്കും എന്ന് അങ്കിരസ് മഹർഷി പറഞ്ഞതും ആർക്ക് കേട്ടില്ല, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമുക്കൊരാശ പ്രബലമായിട്ട് വന്നാൽ വേദാന്തൊന്നും നമുക്ക് കേൾക്കില്ല, ഉപദേശമൊന്നും കേൾക്കാൻ പറ്റില്ല. പിന്നെ അങ്ങയുടെ ഉപദേശം എനിക്ക് വേണ്ടത് ഒരു മകനാണ്, അല്ലാണ്ട് അങ്ങയുടെ ധർമ്മപ്രഭാഷണ പരമ്പരയ്ക്ക് വന്നതല്ല.
ഉപദേശിക്കാൻ നടക്കുക എന്നും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല. അങ്ങേക്ക് വല്ല മന്ത്രം ഉണ്ടെങ്കിൽ പറഞ്ഞു തരും, എന്തെങ്കിലും യാഗം ഉണ്ടെങ്കിൽ വിധി പറഞ്ഞു തരിക. അവസാനം മഹർഷിക്ക് തോന്നി ചിലതൊക്കെ അനുഭവിച്ച് തന്നെ പഠിക്കണം, അനുഭവത്തിലൂടെയാണ് പഠിക്കുക. അതുകൊണ്ട് നടക്കട്ടെ, പറഞ്ഞിട്ട് മനസ്സിലാവണില്ലെങ്കിൽ ചിലപ്പം അനുഭവിച്ചാൽ മനസ്സിലാവും എന്ന് കണക്കാക്കി. ശരി, എന്നാൽ അങ്ങേക്ക് പുത്രകാമേഷ്ടി നടത്താം, നമുക്ക് അതിനൊരുങ്ങാം, എന്നാൽ ഉണ്ണി ഉണ്ടാവും. ശരി, അങ്ങനെ പുത്രകാമേഷ്ടി നടത്തി. അതിൻ്റെ ഫലമായിട്ടൊരു ദേവം പൊന്തി വന്നു, പായസമൊക്കെ ഇട്ട്. ഈ പായസം അങ്കിരസ മഹർഷി വാങ്ങി രാജാവിന് കൊടുത്തു. ഈ പായസം കൊണ്ടുപോയിട്ട് അങ്ങ് എന്ത് ചെയ്യുക, അങ്ങയുടെ പത്നിക്ക് കൊടുത്തോളൂ, ഉണ്ണി ഉണ്ടാവും. കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞു, ഹർഷശോകപ്രദസ്തുഭ്യം. ആ ഉണ്ണി അങ്ങേക്ക് ഹർഷവും ശോകവും തരും. ഹർഷം എന്ന് പറഞ്ഞാൽ സുഖം, ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം. ആ ഉണ്ണി അങ്ങേക്ക് സുഖവും തരും ദുഃഖവും തരും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ മതി. ഒക്കെ നമുക്ക് സുഖിപ്പിക്കുന്നുണ്ടെങ്കിൽ നാളെ ദുഃഖിപ്പിക്കും. അത് ആദ്യം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഫാനിൻ്റെ ചോട്ട് പോയിരുന്ന സുഖമൊക്കെ ഉണ്ടെങ്കിൽ കറണ്ട് പോയാൽ ദുഃഖവും ഉണ്ടാവും. അത് ആദ്യം മനസ്സിലാക്കിയിരുന്നോളൂ, ഇരിക്കേണ്ട പറയണില്ല. അത് അറിഞ്ഞുകൊണ്ട് പോകട്ടോന്ന് അറിഞ്ഞുകൊണ്ടിരുന്നോളൂ. അതെന്നും ഉണ്ടാവും, ഒപ്പം നിൽക്കും, പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുമ്പോഴേ കുഴപ്പം. അതിനും സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അവർ വേണിച്ചിട്ടാവില്ല, എന്നാൽ പോലും നമുക്ക് ചിലപ്പം ആവശ്യത്തിന് ഉപകരിച്ചോളന്നില്ല. അതെപ്പോഴും ചിന്തിക്കണം. ഏതായാലും രാജാവ് അത്രയൊന്നും ആലോചിച്ചില്ല. ഈ പായസമായിട്ട് തൻ്റെ കൊട്ടാരത്തിൽ പോയി. എത്ര ഭാര്യമാരാ? 1000 ഭാര്യമാരുണ്ട്. കയ്യിൽ ലേശം ചെറിയൊരു ഉരുളിയിൽ കുറച്ച് പായസമുണ്ട്. ഇത് ഒരാൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. 1000 ഭാര്യമാരുണ്ടെന്നുള്ളത് ആദ്യം പറഞ്ഞാൽ 1000 പായസം തരിയിരിക്കും എന്നാണ്. ഇത് പാത്രത്തിൽ ഒരു പാത്രം ചെറിയൊരു പാത്രത്തിൽ കഷ്ടിച്ച് ഒരാൾക്ക് കഴിക്കാം. ഇതങ്ങോട്ട് വീതിക്കാൻ പറ്റില്ല. ഈ സ്പൂണിൻ്റെ വാലുകൊണ്ട് കൊടുത്താലും 1000 എന്തു ചെയ്യും? അദ്ദേഹം തൻ്റെ പത്നിമാരോട് പറഞ്ഞു, ഇങ്ങനെയാണ് കഥ, ലേശം പായസം കിട്ടിയിട്ടുണ്ട്, ഇത് കഴിച്ചാൽ എന്തായാലും സന്തതി ഉണ്ടാവും, ഒരു ഉണ്ണി ഉണ്ടാവും എന്നാണ് പറയണത്. പക്ഷെ ഇതെല്ലാവർക്കും തികയില്ല. അതുകൊണ്ട് നിങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് ഒരാൾ കഴിക്കുക. ഞാൻ പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. നിങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് ഒരാൾ അങ്ങോട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അവരങ്ങനെ കൂടിയിരുന്നിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യുക. നമ്മുടെ സീനിയർ മോസ്റ്റ് അങ്ങ് ആദ്യം കല്യാണം കഴിച്ചത് കൃതദ്യുതിയെ അല്ലേ, അവൾ കഴിച്ചോട്ടെ. ആ ഭാര്യയുടെ പേരാണ് കൃതദ്യുതി. എന്താണ്? കേട്ടില്ല? ഉറക്കം പോവും, പറഞ്ഞാൽ മതി. അങ്ങനെ കൃതദ്യുതിയാണ് ഈ പായസം കഴിക്കുന്നത്. അവളത് കഴിച്ചു, ഗർഭിണിയായി. പിന്നെ 6-7 മാസമായി, 8 മാസം, അങ്ങനെ. പിന്നെ രാജാവ് കൂടുതൽ ആരുടെ കാര്യം ശ്രദ്ധിക്കുക? ഗർഭിണിയായി. പിന്നെ ഗർഭിണി കുറച്ചധികം ശ്രദ്ധിക്കണ്ടേ? അത് കുറ്റമൊന്നുമല്ല. പക്ഷെ അത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അത് മറ്റുള്ള പത്നിമാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. രാജാവിനിപ്പം കൃതദ്യുതിയുടെ കാര്യം മാത്രമേ ശ്രദ്ധ ഉള്ളൂ. കുഴമ്പ് തീർന്നാൽ പറയണം, കഷായം കുടിച്ചുവോ, അങ്ങനെ എണീറ്റ് നടക്കൊന്നും വേണ്ട, പണിയൊക്കെ മറ്റു ഭാര്യമാരെടുത്തോളും എന്നൊക്കെ. അങ്ങനെ രാജാവ് ഇവളുടെ കാര്യം മാത്രം അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ലേശം ഒരു വിഷമം ഉണ്ട്. ആ വിഷമം എന്തായി മാറി? കാമജ്വരോഭവത്. അതിനാണ് അസൂയ എന്ന് പറയുക. കാമജ്വരം. വേറൊരാൾക്ക് ഉയർച്ച കാണുമ്പം വലിയൊരു വേദന. തനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും അവിടെ നിന്ന് കൂടുതൽ കാണുമ്പം വിഷമം. നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു 10,000 റുപ്യ കിട്ടി, വലിയ സന്തോഷമായി. ഓ, അങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ അടുത്തുള്ളാണ്ട് തനിക്ക് എത്രയാടോ? 30,000. അതാ, ഒരാവശ്യമില്ല, ആ വഴിക്ക് പോയാൽ മതി. എന്നാലും വെറുതെ തനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും അതുണ്ടെന്ന് അറിയുമ്പോഴൊരു ദുഃഖം. മറ്റുള്ളവർക്ക് ഉയർച്ച ഉണ്ടാവുന്നത് കാണുമ്പം അത് സഹിക്കാൻ പറ്റാത്ത ഒരു മോശം സ്വഭാവം തന്നെയാണത്. അത് ഉണ്ടെങ്കിൽ അത് മാറ്റണം. അത് മാറ്റാനുള്ള വഴി എന്താ വെച്ചാൽ എല്ലാവരെയും സ്നേഹിച്ചാൽ മതി. എല്ലാവർക്കും നന്മ കാണുമ്പോൾ സന്തോഷിച്ച് ഇങ്ങനെ പഠിക്കുക. നമുക്ക് അസൂയ തോന്നുന്നവരെയൊക്കെ നമ്മൾ നമസ്കരിച്ചാൽ മതി. എന്താണ്? മനസ്സിലായില്ല? നമുക്ക് അസൂയ തോന്നുന്ന ആരോടാന്ന് ആലോചിക്കുക ആദ്യം. അപ്പം അങ്ങനെ മനസ്സിലാവും. നമുക്ക് അസൂയ തോന്നുന്ന ആരോടാ ചോദിച്ചാൽ ആരോടെങ്കിലും അസൂയ തോന്നില്ല. തോന്നുമോ? എനിക്കിപ്പോൾ അസൂയ തോന്നുന്ന വെച്ചാൽ ആരോടാ തോന്നുക? ഗാന്ധിജിയോട്. യേശുദാസിനോടോ? ആരോടാ തോന്നുക? മറ്റാചാര്യന്മാരോട്. അതാണ് നമ്മളിവിടെ തുറന്ന് പറയും, ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റുള്ള ആചാര്യന്മാർ മിണ്ടില്ല. നമ്മളത് പിന്നെ അപ്പം നമുക്ക് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതേ മേഖലയിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോടല്ലേ ഉണ്ടാവുള്ളൂ. ഒരു അധ്യാപകൻ അസൂയ അധ്യാപകരോടല്ലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കിപ്പം അല്ലേ അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പം നമുക്കിങ്ങനെ അസൂയ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഉള്ള അങ്ങനെ ഉണ്ടാവുക. അപ്പം നമുക്ക് അസൂയ തോന്നണമെന്നുണ്ടെങ്കിൽ അവരെ ആരാധിച്ചാൽ അവരെ പറ്റി നല്ലത് പറയുക. എന്താണ്? ആദ്യമൊക്കെ വിഷമം ഉണ്ടാവും, എന്നാലും അങ്ങോട്ട് പറഞ്ഞ് ശീലിക്കുക. കൃത്രിമമായിട്ട് പറയുക. അയാളുടെ നല്ല വശം മാത്രം പറയുക. ആദ്യമൊക്കെ കൃത്രിമാവും, പിന്നെ പിന്നെ അയാളോടുള്ള ദേഷ്യവും അസൂയൊക്കെ അങ്ങോട്ട് പോയി പ്രശ്നം തീരും. ഇതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ നീക്കിയാൽ ആർക്കാ ലാഭം? നമുക്കാ ലാഭം. ഇല്ലെങ്കിൽ അയാളുടെ സാന്നിധ്യം നമ്മളങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. ആർക്കാ ബുദ്ധിമുട്ടുണ്ടാവുന്നത്? ആരുടെ BP കൂടുന്നത്?
എന്തൊക്കെ രോഗങ്ങൾ ആർക്കാം നമുക്കാ വരുന്നത്, അയാൾക്കല്ല. ഭക്ഷണം കഴിച്ചാൽ ദഹിക്കില്ല, അയാളുടെ പേര് കേൾക്കുമ്പോഴേക്കും വേണം. എന്തിനാ പറയുന്നത്? നിങ്ങൾ സ്നേഹിച്ചാൽ മതി, എത്രയേ ഉള്ളൂ. നിങ്ങളുടെ ദ്വേഷമുള്ളവരെയും സ്നേഹിക്കുക. ഓക്കെ, എല്ലാവരും അങ്ങനെ കണ്ടാൽ മതി. അതാണ് നേരെയാവാനുള്ള വഴി. പക്ഷേ ഇവരങ്ങനെ കണ്ടില്ല. എന്തായാലും അവൾ ഗർഭിണിയായി, അവൾക്കൊരു ഉണ്ണി ഉണ്ടായാലും നമ്മളെ ഉണ്ണിയല്ലേ എന്ന് കണക്കാക്കിയാൽ മതി. ഇത്രയും പ്രശ്നമുള്ളൂ. പക്ഷെ തോന്നണ്ടേ? അവസാനം പ്രസവിച്ചു, ആൺകുട്ടിയാണ്. അതോടുകൂടി വലിയ വിഷമായി ആർക്ക്? മറ്റുള്ള സ്ത്രീകൾക്ക്. രാജാവാണെങ്കിൽ അവളുടെ കൂടെ തന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. രാജാവിന് ആ ഉണ്ണി ഉണ്ടായപ്പോൾ വലിയ സന്തോഷമായി. അദ്ദേഹം എന്താ കൊടുക്കണ്ടോ, വരുന്നവർക്കൊക്കെ ലഡു കൊടുക്കണോ, ജിലേബി കൊടുക്കണോ, എന്താ കൊടുക്കണ്ടോ, പലരും ഗിഫ്റ്റായിട്ട് വരുന്നുണ്ട്. അതൊക്കെ അദ്ദേഹം വാങ്ങി വെക്കുന്നുണ്ട്. ചിലർ മെസ്സേജ് അയക്കുന്നുണ്ട്, കൺഗ്രാറ്റ്സ് ആവും, ഇതായിരുന്നു താൻ ആഗ്രഹിച്ചത്, ഇതായിരുന്നു. സന്തോഷമായി, തൻ്റെ ജന്മം സഫലമായി, ഇനി ഒന്നും നേടാനില്ല അവിടെ. ഇനി ഇപ്പം അങ്ങോട്ട് മരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ അത്രയ്ക്കൊരു സന്തോഷം എന്നാണ്. അങ്ങനെയൊക്കെ അദ്ദേഹം ചിന്തിച്ചു. ഇനി ഒന്നും വേണ്ട, നേടാൻ കഴിഞ്ഞു എന്ന് കരുതിയിരിക്കുകയാണ്. മറ്റുള്ള പത്നിമാരെ കണ്ടാൽ അറിയാണ്ടേയി പിന്നെ രാജാവിന്. ആരെ കാണുള്ളൂ? കൃതദ്യുതിയെ മാത്രം. ഒരു ഭാര്യയെ കണ്ടപ്പോൾ ചോദിച്ചു, നീ ആരാ? എന്താ എൻ്റെ കൊട്ടാരത്തിൽ പോരെ? അവൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ 947ാമത്തെ ഭാര്യ എന്നും പറഞ്ഞു. അവളെ വഴിക്കങ്ങോട്ട് പോയി. അവൾ മറ്റുള്ള ഭാര്യമാരെയൊക്കെ വിളിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു. അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ എന്നാലും പിന്നെ നോക്കിയിട്ട് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. രാജാവിനിപ്പോൾ കൃതദ്യുതിയെ മാത്രമേ കണ്ടുപിടിക്കണുള്ളൂ. എന്താ അപ്പം അതിന് കാരണം? അവൾ പ്രസവിച്ചു, അവൾക്കൊരു ഉണ്ണിയുണ്ട്, നമുക്കില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മളതുപോലെ പ്രസവിക്കുകയാണെന്ന് വെച്ചാൽ ഇനി അംഗിരസ മഹർഷിയെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഉത്തരകാമേഷ്ടി നടത്തുക, അങ്ങനെ കാത്തിരിക്കുക, പായസം കിട്ടുക. അങ്ങനെ 999 പായസം. തൽക്കാലം ഒരു കാര്യം ചെയ്യുക, അവളെ നമ്മളെപ്പോലെ ആക്കാൻ ഒരു വഴിയുണ്ട്. എന്താ വഴി ചോദിച്ചാൽ കുറച്ച് കടന്ന കയ്യാ. എന്താ വഴി? ആ കുട്ടിയെ കൊന്നാ പോരെ? നോക്കണേ. വിദ്വേഷ നഷ്ടമതയ, വിദ്വേഷം കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ട സ്ത്രീയോ ദാരുണചേതസ, ആ ദാരുണചേതസ്സുള്ള ആ സ്ത്രീകൾ ഗരം ദതുഹു, വിഷം കൊടുത്തു കുമാരായ ആ മകന്. ഉറങ്ങിക്കിടക്കണ കുട്ടിക്ക് ആറ്റുനൂറ്റുണ്ടായതാ. ആ ഉണ്ണി ഉറങ്ങിക്കിടക്കുമ്പോൾ പോയിട്ട് വായിൽ വിഷം കൊടുത്ത് ആ ഉണ്ണിയെ അങ്ങോട്ട് കൊന്നു. ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരിക്കുകയാണ്. രാജാവ് ഇപ്പോഴും കൺഗ്രാറ്റ്സ് വായിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഉണ്ണി പോയി. ഈ വാർത്ത തോഴി വന്ന് കൃതദ്യുതിയെ അറിയിച്ചു. എത്ര കണ്ട് വിഷമ അമ്മയ്ക്ക് ഉണ്ടാവും, പൊട്ടിക്കരയാണ്. ഈ വാർത്ത വന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവ് അലറി വിളിക്കുന്നു, പൊട്ടിക്കരയുന്നു, മോഹാലസ്യപ്പെട്ട് വീഴുന്നു. ബോധം വന്നാൽ ബ്രഹ്മാവിനെ ചീത്ത പറയുന്നു. ഇതിനാണോ ഇങ്ങനെയൊന്നും എനിക്ക് തന്നതല്ലല്ലോ, ചോദിച്ചു വാങ്ങിയതല്ലേ. ആ ഉണ്ണിയുടെ അടുത്തേക്ക് പോവും, തട്ടി വിളിക്കുകയാണ്. ഉത്തിഷ്ഠതാത, ഉണ്ണി എഴുന്നേൽക്കും. കുട്ടികളൊക്കെ അതാ കളിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. താൻ എത്ര പെട്ടെന്ന് പോയാലോ, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു അച്ഛന്. അമ്മ കാത്തിരിക്കുകയാണ്, നിനക്ക് പാല് തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വരൂ, നിൻ്റെ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ വലുതായിട്ട് ഒരുമിച്ച് കളിക്കേണ്ടത് നിങ്ങൾക്ക് എന്നൊക്കെ. കളിപ്പാട്ടങ്ങളൊക്കെ ഈ വാങ്ങി വെച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ അങ്ങനെ പൊട്ടിക്കറിയുന്നു. ഉത്തിഷ്ഠതാത ത ഇമേ ശിശവോ വയസ്യാഹ ത്വാമാഹ്വയന്തി നൃപനന്ദന സംവിഹർത്തും. നീ എന്നെ പറ്റിക്കാൻ വേണ്ടി കണ്ണടച്ച് കിടക്കല്ലേ, എണീക്കൂ എന്നൊക്കെ പറഞ്ഞ ആ അച്ഛൻ മരിച്ചു എന്നുള്ളത് അറിയാം. പക്ഷേ ഉൾക്കൊള്ളാൻ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ളൊരു പ്രയാസം, ആസക്തി കൊണ്ട് വരികയാണ്. അമിതമായ ആസക്തി കൊണ്ടാണ് ഈ ഒരു സങ്കടം. ഈ ഒരു ബഹളമൊക്കെ കേട്ടിട്ട് അവിടേക്ക് ആര് വന്നു? അംഗിരസ മഹർഷിയും നാരദ മഹർഷിയും ആകാശത്തോട് നടന്നു പോവുക. അവരിങ്ങനെ ആകാശത്തോടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ഈ ബഹളം കേട്ടപ്പം നാരദ മഹർഷി ചോദിച്ചു, എന്താ അപ്പം അവിടെ ഒരു ബഹളം? അംഗിരസ മഹർഷി പറഞ്ഞു, കുറച്ച് മുമ്പ് ഒരു പായസം കൊടുത്തിരുന്നു, അതിൻ്റെ ആവും. അവർക്കത്രയേ ഉള്ളൂ. നമ്മളുടെ കൊടുത്ത വലിയ കാര്യമൊക്കെ അവിടെ ഒക്കെ അജ്ഞാനം കൊണ്ടുണ്ടാവണതല്ലേ, അത്രേ അവർ വിചാരിക്കുള്ളൂ. നമ്മൾ വലിയ പ്രശ്നമൊക്കെ ആയിട്ട് പറയുമ്പോൾ അവർ പറയും ഇതൊക്കെ മിഥ്യ, ഒരു ദുസ്വപ്നം കണ്ടതുപോലെ. സ്വപ്നം കണ്ട് കരയുമ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് പറയും. നമ്മുടെ അടുത്ത് ഒന്നൊരാൾ പറയും, ഞാൻ ഇന്നലെ വലിയൊരു സ്വപ്നം കണ്ടു, പേടിയാവും. കേൾക്കണം? വേണ്ട, ഇതെന്തിനത് ഇല്ലാത്തൊരു സംഗതി, വെറുതെ നമ്മളിങ്ങനെ ഇല്ലാത്തതാണ്. ഇതുപോലെ ഈ നടക്കുന്നതൊക്കെ ഇല്ലാത്തതാ. നമ്മൾ ഈ വേദനിക്കുന്നതും വിഷമിക്കുന്നതും ഒക്കെ ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മളത് ആധ്യാത്മ്യം കൊണ്ട് അങ്ങനെ ദുഃഖിക്കുന്നു. ഭാഗവതം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇല്ലാത്തതാ മനസ്സിലാവും. അപ്പോൾ ദുഃഖിക്കില്ല. കാണാണ്ടിരിക്കുമോ? ഇല്ലാത്തത് എന്നാലും കണ്ടു എന്ന് വരും, പക്ഷെ ദുഃഖിക്കില്ല. മരുമരീചിക നമ്മൾ കാണില്ലേ? അടുത്ത് പോയിട്ട് വെള്ളമില്ലെന്ന് അറിഞ്ഞാലും തിരിച്ചു വന്നാൽ നോക്കുമ്പോൾ വീണ്ടും അവിടെ എന്ത് കാണും? പക്ഷെ നമുക്കറിയാം, ഗ്ലാസ്സുമായിട്ട് പോയാൽ വെള്ളം കിട്ടില്ല. അവിടെ വലിയ സംഗതി മനസ്സിലാവും. ആദ്യമായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഓടിയെന്ന് വരും. ഒരു പ്രാവശ്യം കണ്ട ആൾക്ക് ബോധ്യമായാലും ബുദ്ധിതലത്തിൽ മനസ്സിലായാൽ പിന്നെ ഇന്ദ്രിയങ്ങൾ കാണിച്ചാലും അതിൽ വിശ്വസിക്കില്ല. അതാണ്, അതൊക്കെ വെറുതെ ഇല്ലാത്തതാ.
ഇതാണ് ശാസ്ത്രമൊക്കെ പഠിച്ചാലുള്ള ലാഭം. കുറച്ചൊക്കെ അനുഭവത്തിലൊന്നും വന്നില്ലെങ്കിൽ പോലും ബുദ്ധിയിൽ മനസ്സിലായാൽ പോലും എന്തുണ്ടാവും, കുറേയൊക്കെ സമാധാനം ഉണ്ടാവും. പിന്നെ അനുഭവത്തിൽ വന്നുള്ള കാര്യം പറയാനുണ്ടോ? അവിടെ ഉള്ളവരൊക്കെ ഓടി വന്നു, രാജാവിൻ്റെ സങ്കടത്തിലൊക്കെ പങ്കുചേരുന്നുണ്ട്. മകൻ മരിച്ചാൽ വലിയ വിഷമമുണ്ട് രാജാവ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ നേരത്തെ ഗിഫ്റ്റ് കൊടുത്തവർ പ്രീത്ത് വയ്ക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. എല്ലാവരും കൂടും. നീ പോയില്ല എന്ന് വേണ്ട, രാജാവ് ഇനിയിപ്പോൾ നമ്മൾ ആരൊക്കെയാണ് വരാത്തത് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ വരുന്നുണ്ട്. ആ പത്നിമാരൊക്കെ നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട്. അവരാ വിഷം കൊടുത്തത്. ഇങ്ങനെ അടിച്ച് കരയുമ്പം വേദന ഉണ്ടാവില്ല, ശബ്ദം ഉണ്ടാവും ചെയ്യും. ഒരു നാടകം അതൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഇങ്ങനെ തന്നെയാണ് ലോകം. അവിടെ പോലെയൊക്കെ അഭിനയിക്കുക, അത്രയേ ഉള്ളൂ. അതവിടെ അങ്ങനെ കഴിയണു. അങ്കിരസ മഹർഷിയും നാരദ മഹർഷിയും കൂടി എവിടെ എത്തി? ഈ രാജാവിൻ്റെ അടുത്ത് വന്നു. ഇപ്പം അദ്ദേഹത്തിന് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ചിലതൊക്കെ അനുഭവിക്കുമ്പോൾ കണ്ടൊരു ചെറിയൊരു ഒരു തെളിച്ചുണ്ടാവില്ല. രാജാവേ, ഞാൻ അങ്ങയോട് അന്ന് തന്നെ പറഞ്ഞില്ലായിരുന്നു എന്ത്? ഹർഷശോകപ്രതസ്തുഭ്യം, ആ ഉണ്ണി അങ്ങേക്ക് സന്തോഷം തരും ദുഃഖവും തരുന്ന. കുറച്ച് ദിവസം അങ്ങ് സന്തോഷിച്ചില്ലേ, ഇപ്പോൾ ദുഃഖിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഒന്നിൻ്റെ സാന്നിധ്യം നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അസാന്നിധ്യം ദുഃഖിപ്പിക്കുന്ന അറിയാൻ വലിയ ബുദ്ധി ആവശ്യമുണ്ടോ? ജനിച്ചാൽ മരിക്കുന്നുള്ളതൊക്കെ നമുക്കറിയില്ലേ? ആർക്കറിയാത്തത്? എല്ലാവർക്കും അറിയാമെന്നില്ല, നമുക്കറിയില്ലേ? ജനിച്ചാലൊക്കെ മരിക്കുന്നുള്ളത് അറിയില്ലേ? എന്നാലും നമ്മൾ മരിക്കുമ്പോൾ ദുഃഖിക്കില്ലേ? എന്തിനാപ്പത്? അറിയാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ സങ്കല്പം ആരാദ്യം മരിക്കണമെന്നാ? ആദ്യം മുത്തശ്ശൻ, പിന്നെ മുത്തശ്ശി. പറയുമ്പം അതല്ല, സത്യം പറയൂ. മുത്തശ്ശൻ മരിച്ച്, മുത്തശ്ശി മരിച്ച്, അച്ഛൻ മരിച്ച്, അമ്മ മരിച്ച്, ഞാൻ വേണ്ട. അവിടെ എത്തുമ്പോൾ ഒരു ഒന്ന് തിരിഞ്ഞാൽ നമുക്ക് വിഷമായി. അവിടെയല്ലേ കുഴപ്പമുള്ളൂ. ഒരു 100-110 വയസ്സായാലും മരിച്ചാൽ നമ്മൾ അവനെ സങ്കടപ്പെടുമോ? അല്ലാണ്ട് 12 കൊല്ലമായിട്ട് കിടപ്പില്ല. അമ്പലത്തിൽ വരുന്ന ബന്ധുക്കളൊക്കെ എന്താ പ്രാർത്ഥിക്കുക? എന്നാലും ഗുരുവായൂരപ്പ, തെറ്റൊന്നുമില്ല. കാരണം അങ്ങനെ കിടക്കുകയാണ്. വിഷമമുണ്ടാവുമോ? നമ്മുടെ ചിന്ത ആലോചിച്ച് നോക്കൂ. ഇതാണ് കഥ. അതാ പറഞ്ഞു വരുന്നത്. മരിക്കുന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ആദ്യം ആരും മരിക്കണമെന്ന് നമ്മൾ കണക്കാക്കി വെച്ചിട്ട് നമ്മളാണോ അതൊക്കെ കണക്കാക്കേണ്ട ആൾ? അവിടെ ഒരു കണക്കുണ്ട്, അതിനനുസരിച്ച് നടക്കുക. പ്രാരബ്ധം തീർന്നാൽ കഴിഞ്ഞു. അതെപ്പം തീരുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് പ്രായം നോക്കിയിട്ടൊന്നുമില്ല. അത് മനസ്സിലാക്കാൻ നമുക്കുള്ള അറിവില്ല. അതുകൊണ്ട് അതിലൊന്നും വല്ലാതെ വിഷമിക്കേണ്ട. നമ്മളൊക്കെ ഇതുപോലെ ചോദിച്ചാൽ സ്രോതോവേഗേന വാലുകാഹ, നദിയിലൊഴുകുന്ന മണൽത്തരി പോലെയാണ് രാജാവേ. സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഇങ്ങനെ തോന്നും. എന്നാൽ വാസ്തവത്തിൽ ഒരു സ്വാതന്ത്ര്യമില്ല. നദി ഇങ്ങനെ ഒഴുകുമ്പം കിഴക്കോട്ട് ഒഴുകിയാൽ മണൽത്തരി കിഴക്കോട്ട് അങ്ങനെ പോയി, വടക്കോട്ട് ഒഴുകിയാൽ വടക്കോട്ട് അങ്ങനെ പോയി. അതിന് സ്വാതന്ത്ര്യം ഉണ്ടോ? അത് വിചാരിക്കുക അത് ഉദ്ദേശിച്ചിട്ട് നീങ്ങുക. നല്ലല്ല, അതല്ല. ആനയുടെ മുകളിലിരിക്കുന്ന ഉറുമ്പ് പോലെയാണ്. ഉറുമ്പിന് വല്ല സ്വാതന്ത്ര്യമുണ്ടോ? ആന കിഴക്കോട്ടാ പോകണമെന്ന് വെച്ചാൽ ഉറുമ്പിന് പടിഞ്ഞാട്ട് പോയിട്ടും കാര്യമില്ല. എന്താണ്? കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. ആനയുടെ വാല് വരെ പോവാ, തുമ്പിക്കൈന്ന് വാല് വരെ പോവാ, വാലിന് തുമ്പിക്കൈ ഇവരൊക്കെ വരാം. എന്നാലും പോവുക കണ്ടെന്നെയാണ്. ഷോർട്ട് റൂട്ടിൽ നിന്ന് അങ്ങോട്ട് കയറി ട്രെയിനിൽ, എന്നിട്ട് ഇവിടെ മഹാത്മത്തിന് വേഗം എത്തണം. എന്നിട്ട് ഓടുക ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ. എന്തിനങ്ങനെ ഓടണു? ഓടിനൊരു കാര്യമില്ല. ആ ട്രെയിനിൽ ഇനി എറണാകുളത്ത് എത്തുന്നത് വരെ അല്ലേ, എത്തി ഇറങ്ങാമെന്നല്ലാതെ ഓടിയിട്ട് കാര്യമുണ്ടോ? ചേട്ടൻ ഇങ്ങനെ ഓടി കുറേ കഴിയുമ്പോൾ എവിടെ എത്തും? എറണാകുളത്തും. അപ്പോൾ അയാൾ വിചാരിക്കും ഓടിയിട്ടെത്തിയെന്ന്. അപ്പോൾ മറ്റാൾ പറയും ഞാൻ ഓടാണ്ടെത്തിയടോ. അത്രയേ ഉള്ളൂ. അയാൾ ഓടാണ്ടെത്തി, ഇയാൾ ഓടിയിട്ടെത്തി. ആ മഹാശക്തി എങ്ങോട്ടാ കൊണ്ടുപോവുക വെച്ചാൽ അങ്ങോട്ട് തന്നെ പോകാനേ സാധിക്കുള്ളൂ. നമുക്ക് ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഓടുകയൊക്കെ ചെയ്യാം. അങ്ങോട്ട് പോയി നോക്കാം, ഓടാം. അടുത്തുള്ള ഡോക്ടർമാരൊക്കെ വിളിച്ചു നോക്കാം, ചോദിച്ചു നോക്കാം. നല്ലപ്പാട് പറയും 5 മിനിറ്റ് മുന്നേ കൊണ്ടുപോകുന്നിരുന്നെങ്കിൽ ഒന്നും വീണ് കിട്ടണ്ടേ. അത്രയേ ഉള്ളൂ. ഇതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് സാഹചര്യത്തെ പഴി പറയാം, അല്ലെങ്കിൽ കാരണമൊക്കെ പറയാം. അല്ലല്ല, ആ സമയമാകുമ്പോൾ അങ്ങനെയാണല്ല. അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് വലിയ അങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ച് പോകാമെന്നല്ലാണ്ട് വലിയ സ്വാതന്ത്ര്യം നമുക്കൊന്നിനുമില്ല. ഭക്ഷണം ദഹിക്കണത് നമ്മളോട് ചോദിച്ചിട്ടാണോ? നമ്മളത് തിരിക്കുക ആണോ? നമുക്ക് ആകെ അങ്ങനെ പല്ലുകൊണ്ട് അങ്ങനെ കടിച്ച് ചവച്ച് അങ്ങോട്ട് ഇറക്കണുണ്ട്. ഇതുവരെ നമ്മുടെ കയ്യിലാന്ന് കൂട്ടാം അല്ലേ? അതും കയ്യിലൊന്നുമല്ല. പോട്ടെ, തൽക്കാലം അതുവരെ നമുക്ക് അങ്ങനെ വിചാരിക്കാം. അങ്ങനെ ഇറക്കി. ഇനിയിപ്പം അത് ദഹിപ്പിക്കേണ്ടതും കൂടി നമ്മുടെ കയ്യിലാണെങ്കിലോ?
നാളെ മുതൽ ഉണ്ണില്ല, വൈകിട്ട് അല്ലെങ്കിലേ മടിയന്മാരാ, ഇനിയിപ്പോൾ അതിനിപ്പോൾ ദഹിപ്പിക്കും കൂടി ഞങ്ങൾ വേണം. ഇതിപ്പോൾ ഒന്നും അറിയണില്ല, അതൊക്കെ നടക്കുന്നുണ്ട്, സമയമായ അത് പുറന്തള്ളുന്നുണ്ട്, ചില സിഗ്നലൊക്കെ നമുക്ക് തരുന്നു, അങ്ങനെ അങ്ങനെ കഴിഞ്ഞു. ഇതും തന്നെ മനസ്സിലായിക്കൂടെ, പുറമൊന്നും അന്വേഷിക്കേണ്ട, പുസ്തകം വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നടക്കുന്നത് ഒരു ശക്തിയാണ്, അതിൽ നമ്മളിങ്ങനെ നിൽക്കണമെന്നേ ഉള്ളൂ. ആ ശക്തിക്ക് വഴങ്ങിക്കൊടുത്താൽ അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. അതിനെയാണ് വേറൊരു ഭാഷയിൽ ഭക്തി. ഒന്ന് ഒതുങ്ങി നിന്നാൽ ആ ഫ്ലോയിൽ അങ്ങനെ പോവാം. അപ്പം അല്ലാണ്ട് നമ്മൾ മത്സരിക്കാൻ പുറപ്പെട്ടാൽ ദുഃഖമാണ് ഉണ്ടാവുക. അതുകൊണ്ട് അങ്ങ് മനസ്സിലാക്കൂ, സ്രോതോ വേഗേന വാലുകാഹ. മത്സരിക്കാൻ നിൽക്കണ്ട, ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ അങ്ങനെ പോയിക്കോളൂ. ബന്ധങ്ങളിലൊന്നും വല്ലാണ്ട് അങ്ങോട്ട് പൊട്ടുപോകണ്ട. നമ്മളിവിടെ എത്തി നിൽക്കുക, നല്ല രീതിയിൽ അങ്ങനെ കഴിയുക, ആരെയും മുഷിപ്പിക്കൊന്നും വേണ്ട, അങ്ങനെ ഇരുന്നു, അത്രയേ വേണ്ടു. ഇപ്പം പലരായിട്ട് നിങ്ങളായിട്ടേക്ക് ഇപ്പോൾ ബന്ധമായില്ല. ഇപ്പോൾ എത്ര ദിവസമായി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്? 3 ദിവസമായില്ലേ? എത്ര ദിവസം ഉണ്ടാവും? 7 ദിവസം. ആ, 7ാമത്തെ ദിവസം ഉച്ചയായാൽ പോയി. ഞാൻ പോകാണ്ടിരിക്കുകയോ? എനിക്ക് നിങ്ങളെ വിട്ട് പോകാൻ പറ്റും? അയ്യയ്യേ, അതെന്താ ദുഃഖമില്ലാത്തതെന്നറിയോ? ആദ്യം കണക്കാക്കിയിട്ടുണ്ട് 7 ദിവസമേ ഉള്ളൂ, കഴിഞ്ഞാൽ പോകാൻ തയ്യാറായിട്ട് വന്നോണ്ടാ. ഇവിടെ മറ്റുള്ള കുടുംബ ബന്ധങ്ങൾ നമ്മളതങ്ങനെ കണക്ക് വെച്ചിട്ടില്ല, തയ്യാറാവാത്തതുകൊണ്ട് ദുഃഖം. എപ്പോഴും മനസ്സിലാക്കുക, എപ്പം വേണമെങ്കിൽ പോവാം, ആരാ പോകുന്ന നിശ്ചയിച്ചപ്പോൾ ഞാൻ പോയിന്ന് വരാം, അയാൾ പോയിന്ന് വരാം, ആരാ എങ്ങോട്ടാ ടിക്കറ്റ് എടുത്ത് നമുക്കറിയില്ല. നമ്മളെ തീവണ്ടിയിൽ അങ്ങോട്ട് കയറി പലരായിട്ട് ബന്ധമൊക്കെ ഉണ്ടാവും, വർത്തമാനം പറയും, ബിസ്ക്കറ്റ് വാങ്ങി അങ്ങോട്ട് കൊടുക്കും, വെള്ളം വാങ്ങി ഇങ്ങോട്ട് വാങ്ങും, അങ്ങനെ ഒക്കെ ഉണ്ടാവും. ഒക്കെ വർത്തമാനമൊക്കെ പറയും. ഏതുവരെ പറയുള്ളൂ? നമ്മുടെ സ്റ്റേഷനെത്തി നമ്മളെന്താ പറയും? കാലം കണ്ട് നീക്കിയപ്പോൾ 8 എടുക്കായിരുന്നു, അടുത്ത് ടാറ്റ, ശരി, ഇനിയിപ്പോൾ കാണുമെന്ന് ഇഷ്ടമല്ല, ഇറങ്ങി, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇറങ്ങാൻ നമ്മൾ സമയമായ തയ്യാറാവണം. അത് ആരിറങ്ങും എന്നുള്ളത് അറിയില്ല. ആരെങ്കിലും ഇറങ്ങിപ്പോകുമ്പോൾ പിടിച്ചു വയ്ക്കാനും പോകണ്ട. എനിക്ക് സഹിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടതുപോലെയൊക്കെ വ്യവഹാരത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. വയ്യായി വരുമ്പോൾ ഡോക്ടറെ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഇനി അതിലൊന്നും പേര് പിടിക്കണ്ട. അത് അലോപ്പതി, ആയുർവേദോ, ഇനി ജ്യോത്സ്യനോ എന്താ വെച്ചാൽ കാണിക്കുക, ഒരു സമാധാനമാവുമല്ലോ. ഒക്കെ ചെയ്യുക, ഒക്കെ വേണ്ടതുപോലെ ചെയ്യുക, ആവണതുപോലെ മാക്സിമം. ഇനി പോയാലോ പോയി, ഞാൻ ആവണതുപോലെ ശ്രമിച്ചു, സന്തോഷമായി, ഇത് അത്ര തന്നെ കഴിഞ്ഞു. അവിടെ പിന്നെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ട് കാര്യമില്ല. അതാണ് വേണ്ടത്. സ്രോതോ വേഗേന വാലുകാഹ, അത്രയേ ഉള്ളൂ കഥ. ഇപ്പോൾ ആ ഉണ്ണി പോയി, അതങ്ങ് ദുഃഖിക്കേണ്ട, തൽക്കാലം അങ്ങയുടെ വിഷമം മാറ്റൂ. ഇതൊക്കെ ഒരു ഗന്ധർവ നഗരം പോലെയാണ് രാജാവേ, വാസ്തവത്തിലൊന്നും ഉള്ളതല്ല. സ്വപ്നം കാണുന്ന അങ്ങേക്കതുള്ളതായിരിക്കും, ഉണർന്ന ഞങ്ങളെ സംബന്ധിച്ചതില്ലാത്തതാണ്. അങ്ങിപ്പോഴും ഉണരാത്തത് കൊണ്ടാണ് ഉള്ളതുപോലെ തോന്നുന്നത്. ഒന്നൊന്ന് ഉണരൂ. നമ്മൾ സ്വപ്നത്തിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് നമ്മളോട് സ്വപ്നത്തിൽ തന്നെ പറയാം, എന്തത് സ്വപ്നമായിട്ടോ, ഉണർന്നാൽ മാറുമെന്ന് പറഞ്ഞാൽ എത്ര ആശ്വാസം ഉണ്ടാവും? സ്വപ്നത്തിൽ തന്നെ വന്ന് പറയാണ്. ഒരാൾ സ്വപ്നത്തിൽ ദാഹിച്ചിട്ട് വെള്ളം വേണം എന്ന് പറഞ്ഞ കരയുക, മരുഭൂമിയിൽ പെട്ടതായിട്ട് സ്വപ്നം കണ്ടു. ഭാര്യ ഇതിങ്ങനെ കേൾക്കുകയാണ്, ഭർത്താവ് പറയും വെള്ളം 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 എന്ന് പറയുകയാണ്. ഒരു ബക്കറ്റ് വെള്ളം കുടിച്ചിട്ടാണ് കിടക്കണത് അയാൾ. അത്രയും വെള്ളം കുടിച്ചിട്ടാണ് കിടക്കണത്. കിടന്ന് 10 മിനിറ്റ് ആയില്ല. അയാൾ വെള്ളം എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള ഭാര്യ എന്താ ചെയ്യുക? വെള്ളം കൊണ്ട് കൊടുക്കുമോ? അവക്കറിയാം എന്താ സ്വപ്നം കണ്ടിട്ടാണെന്ന്. അപ്പോൾ എന്ത് ചെയ്യും? തട്ടി വിളിക്കുമ്പോൾ ഉണർത്തി വിട്ടാൽ മതി, എത്രയേ വേണ്ടൂ. അവിടെ പറയണതൊക്കെ കൊണ്ടു കൊടുക്കൊന്നും വേണ്ട. അവരെ ഭാഗവത്തിന് മുന്നിൽ കൊണ്ടുപോയി വെക്കുക, അപ്പോൾ ഉണർന്നോളും, അതേ വേണ്ടൂ. അതല്ലാണ്ട് അവർ ചോദിക്കണതിന് പരിഹാരം പറ്റില്ല, മരിച്ചുപോരെ കൊണ്ടുവരാൻ പറ്റില്ല. ചോദിക്കുന്ന സംശയങ്ങളൊക്കെ ഉടനടി തീർത്തു കൊടുക്കാൻ അപ്പം പറ്റിക്കൊള്ളുന്നില്ല. ഉണർത്തൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ ചെയ്യണത്. ഗന്ധർവനഗര പ്രഖ്യാഹ സ്വപ്നമായ മനോരഥ. അതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് രാജാവേ. സ്വപ്നത്തിൽ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്? ഉണർന്നാൽ പോയില്ലേ? നല്ല സദ്യ ഉണ്ടതായിട്ട് കണ്ടു. ഉണർന്ന സമയത്ത് തലേണയുടെ പകുതി ഇല്ല. അതാ ഉണ്ടതേ, സ്വപ്നമൊന്നുമല്ല, സദ്യയല്ല, നല്ല വിശപ്പുണ്ടാനും. ഇങ്ങനെയൊക്കെ കാണില്ലേ? ലോട്ടറി അടിച്ചതായിട്ട് കണ്ടു, രാവിലെ എണീറ്റപ്പോൾ 1 റുപ്യ ഇല്ല. ആദ്യം സങ്കടമൊക്കെ ഉണ്ടാവും, പിന്നെ സ്വപ്നമെന്ന് വിചാരിച്ചിടാ. എന്നാലും ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നം വയ്യട്ടോ. അല്ലാണ്ട് മോഹിച്ചു ഉള്ളതുപോലെ ഇങ്ങനെ തോന്നും, ചിലപ്പോൾ ഒക്കെ ഉള്ളത് തന്നെയെന്ന് തോന്നും, പക്ഷേ ഇല്ലാത്തതാവും. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ജാഗ്രത, ഒരു വലിയ സ്വപ്നമാണെന്നേ ഉള്ളൂ. അറിവുണ്ടായാൽ ഉണർന്നാൽ ഇതൊക്കെ കാണാണ്ടിയാവും. അല്ലെങ്കിലും ജാഗ്രതയിൽ തന്നെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ എത്ര കാലം നീണ്ടു നിൽക്കും? കുറച്ച് കഴിഞ്ഞാൽ മാറില്ലേ? ഒരു സമയം കഴിഞ്ഞാൽ മെല്ലെ കുറഞ്ഞു വരില്ലേ? ഇല്ല. ആരൊക്കെ വിട്ടുപോയി. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ നമ്മൾ കരഞ്ഞു, പിന്നെയും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമോ? അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറഞ്ഞു വരും. പണ്ടൊരു ഗുരുനാഥൻ ശിഷ്യൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അയാൾ പൊട്ടിക്കറിയാണ്. അപ്പോൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹം ശ്ലോകമൊക്കെ ചൊല്ലി, എവിടെ ജനിച്ചാൽ മരിച്ചാൽ ജനിക്കും. ഗുരുനാഥനെ കണ്ട് നോക്കി ശിഷ്യൻ കട്ടക്ക് പുറത്ത് പറഞ്ഞു, ഇനിയിവിടെ നിന്നാൽ ഗുരുനാഥനെ നോക്കില്ല. അദ്ദേഹം പോയി.
ഇനി അവിടെ വന്നിട്ട് കാര്യമില്ല. പിന്നെ അടുത്തേക്ക് പോകാൻ തന്നെ ഗുരുനാഥന് പേടിയാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഗുരുനാഥൻ ആ വഴിക്ക് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പം ഈ ശിഷ്യൻ കണ്ടപ്പം ഗുരുനാഥൻ അടുത്തേക്ക് വിളിച്ചു, ഗുരുനാഥ ഞാൻ അന്ന് അങ്ങയോട് വളരെ മോശമായിട്ട് പെരുമാറിയ സങ്കടം കൊണ്ടാണെന്ന് തോന്നരുത്, ഇങ്ങോട്ട് കയറിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കയറിയിരുന്നു. എന്താ അങ്ങേക്ക് എന്നിട്ട് പ്രായശ്യത്തായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടു, എന്താ അപ്പോൾ അങ്ങേക്ക് വേണ്ടു ചോദിച്ചു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, എനിക്ക് ഒന്നേ വേണ്ടു, അന്ന് അങ്ങ് കരഞ്ഞ പോലെ അന്ന് കരഞ്ഞല്ലോ അതുപോലെ ഒന്ന് കരയുമോ? അത് പറ്റില്ല. കുറേ ശ്രമിച്ചു നോക്കാം, പക്ഷെ അതുപോലെ ആവുമോ ഉള്ളത് സംശയമാണ്. അതന്ന് അത് കാലം കഴിയുമ്പോൾ അങ്ങനെ കുറഞ്ഞ് അത് അങ്ങനെയാണ് പ്രകൃതി, അതങ്ങനെ പോവും. അത് തന്നെ മനസ്സിലാക്കുക, അതൊക്കെ ഇല്ലാത്തതാണ്, അതൊരു ഭ്രമത്തിൻ്റെ മുകളിൽ കരയാണ്, സാരല്ല. അതുകൊണ്ട് അങ്ങ് ആ ഒരു ചിന്ത ഒഴിവാക്കൂ. തൽക്കാലം ഉണ്ണി ഉണ്ടാവണമെന്നൊരു മോഹം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അത് ഉണ്ടായി നടന്നു കഴിഞ്ഞു. ആ ഉണ്ണി പോവുകയും ചെയ്തു. ഇനി വിട്ടേക്കോ? ഇനി ഭഗവാനിലേക്ക് തിരിഞ്ഞൂടെ? ഇനി എത്ര കാലം നിശ്ചയില്ല, ആയുസ് അത്ര അറിയില്ല, എപ്പോഴാണ് നമ്മൾ വീട് പോകുമെന്ന് ആർക്കറിയാം? പുറപ്പെടുകയല്ലേ. നാരദ മഹർഷി ഉപദേശിച്ച് നോക്കിയെങ്കിലും രാജാവിന് അങ്ങോട്ട് തെളിയുന്നില്ല. എന്നാലും ഉണ്ണി മരിച്ചത് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. അപ്പം നാരദ മഹർഷി ചോദിച്ചു, ആ ഉണ്ണി അങ്ങോട്ട് തിരിച്ചു വന്ന ദുഃഖം തീരുമോ? നമ്മളോടൊക്കെ ഈ ചോദ്യം ചോദിച്ചാൽ കഴിഞ്ഞു കഥ. അവരൊക്കെ മരിച്ചവരൊക്കെ അങ്ങോട്ട് തിരിച്ചു വന്നു. മൂത്തച്ഛൻ്റെ അച്ഛൻ എല്ലാവരും കൂടി ഒരു പട വീട്ടിലേക്ക്. അങ്ങനെ എന്താവും കഥ? ഇവിടെ നടക്കണതൊക്കെ വേണ്ടതുപോലെയാണ്. എല്ലാവരും കൂടി അങ്ങനെ വന്നു. എങ്ങനെ ഉണ്ടാവും? വീട്ടിൽ സ്ഥലം ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ മനുഷ്യരെ കൊണ്ട് അത്രയേ ഉള്ളൂ. ചിലതൊക്കെ തമാശയുടെ എടുത്താൽ മതിയേ. ചില വളരെ ശരിയാണ്. ചിലക്ക് ജീവിതത്തിൽ വല്ലാത്ത പ്രയാസം ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നും. തിരുമേനിക്കൊക്കെ നിസ്സാരമായിരിക്കും. അനുഭവിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ അല്ലേ? ആവട്ടെ. എന്നാലും ഇങ്ങനെയൊക്കെ തന്നെ കാണാൻ പറ്റുള്ളൂ. വേദാന്തം ഇങ്ങനെ കാണുള്ളൂ, ശാസ്ത്രം ഇങ്ങനെ കാണുള്ളൂ. അവർ നമ്മൾ പറയുന്ന ഗൗരവമൊന്നും അവർക്കില്ല. ഇതൊക്കെ അത്രയേ ഉള്ളൂ. ഗൗരവം ഈശ്വരന് മാത്രം. പറ്റുമെങ്കിൽ അങ്ങോട്ട് തിരിയൂ, അല്ലെങ്കിൽ ദുഃഖിച്ചിരുന്നോളൂ. അത്രേ പറയണ്ടു. ദുഃഖിക്കണം മോശം ദുഃഖിക്കാം. ഇതല്ലാണ്ട് വേറെ വഴിയില്ല. ഇപ്പം ദുഃഖം ഉണ്ടെങ്കിൽ ഒന്ന് ശാന്തമായിട്ടിരുന്ന് ഒന്നും കൂടി ഇത് കേൾക്കുക. എന്താണ് അപ്പം മനസ്സിലാവും. അത്ര തന്നെയുള്ളൂ കേട്ടോ. ചില സമയത്ത് കേൾക്കുമ്പോൾ ദുഃഖമൊക്കെ ഉണ്ടാവും. ഇതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് വിട്ടേക്ക് പോകണം. പക്ഷേ രാജാവ് പറഞ്ഞത് ഈ ഉണ്ണി തിരിച്ചു വന്നാൽ എനിക്ക് ദുഃഖം മാറുന്ന. അപ്പോൾ ആ ഉണ്ണി തിരിച്ചു വന്നാലും ദുഃഖം മാറില്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി മാജിക്ക് കാണിച്ചു. ആ മരിച്ചുപോയ ഉണ്ണി അങ്ങോട്ട് എടുത്തു, ശവശരീരം എടുത്ത് മടിയിൽ വെച്ചു. ജീവാത്മൻ പശ്യ ഭദ്രം തേ, അല്ലയോ ജീവാത്മാവെ ഉണരൂ, അച്ഛനെയും അമ്മയൊക്കെ ഒന്ന് കാണൂ, ദുഃഖിച്ചിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോയാലോ? മുട്ടുകുത്തണം, എണീറ്റ് നിൽക്കണം, അച്ഛാന്ന് വിളിക്കുക, അല്ലെങ്കിൽ കൊഞ്ചി അച്ഛാ അമ്മയെന്നൊക്കെ വിളിക്കുക. പിന്നെ LKG പോവുക, പിന്നെ UKG സ്കൂളിൽ പോവുക, നല്ല മാർക്കൊക്കെ വാങ്ങി വരിക. അത് കഴിഞ്ഞ് എൻട്രൻസ് എഴുതുക. പിന്നെ എന്താ വെച്ചാൽ ജോലി എന്താ വെച്ചാൽ അത് കിട്ടിയ ആദ്യത്തെ ശമ്പളം അമ്മയ്ക്കല്ല, അച്ഛനല്ല, അമ്മ പകുതിയായിട്ട് അങ്ങോട്ട് കൊടുക്കാറുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് ജോലി കിട്ടി, അങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് കല്യാണം കഴിക്കുക. എന്നിട്ട് പിന്നെ മാറി താമസിക്കണം എന്ന് പറയുക. എന്നിട്ട് സ്വത്തിൻ്റെ പേരിൽ അച്ഛന് കേസ്, അച്ഛൻ്റെ പേരിൽ മകൻ്റെ വക. അങ്ങനെ വേണ്ട, എന്നാൽ നല്ല രീതിയിലായിക്കോട്ടെ, എന്നാൽ നമുക്ക് ഒന്നുകൂടി നല്ലത് കാണാം. പറഞ്ഞാൽ കേൾക്കണ ഒരു മകൻ ഒന്നുമില്ല, അവൾ വീട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കുക, മക്കളൊക്കെ ആയിട്ട് അങ്ങനെ പേരക്കുട്ടിയായി അല്ലേ. ഇങ്ങനെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് മരിക്കല്ലേ വേണ്ടത്, അല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ആ ഉണ്ണി അങ്ങോട്ട് എണീറ്റിട്ട് നാരദ മഹർഷിയോട് ചോദിച്ചു, മഹർഷേ കുറേ പേര് ഇരിക്കുന്നുണ്ടല്ലോ, അതിൽ ഏത് താടിക്കാരനാണ് എൻ്റെ അച്ഛൻ? അപ്പോഴേക്കും അച്ഛൻ്റെ സ്നേഹമൊക്കെ പോയി. അത്രയേ ഉള്ളൂ. സ്നേഹം പോകും, വലിയ പണിയൊന്നും വേണ്ട. ജാതി 2 വർത്തമാനം മക്കൾ പറഞ്ഞാൽ കഴിഞ്ഞു കഥ. എത്രയോ ദിക്കിലും ഞാൻ അങ്ങനെ മരിക്കുമ്പം അവിടെ ഉള്ളവരൊക്കെ കുറച്ച് നേരമൊക്കെ കരയും. അവിടേക്കൊന്നും ഞാൻ തിരിച്ചു പോയിട്ടില്ല. അങ്ങനെ പോകുന്നത് ശരിയല്ല. എത്രയോ പേരുടെ അച്ഛനായിട്ടുണ്ട്, മകനായിട്ടുണ്ട്, മകളായിട്ടുണ്ട് അല്ലേ. അവിടെയൊക്കെ അങ്ങനെ പോകുമ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കരയും. പലരും വരും, അങ്ങനെ കഷ്ടായി പോയിട്ടു എന്നൊക്കെ അങ്ങനെ പറയും. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗം. അപ്പോഴൊന്നും തിരിച്ച് ഞാൻ പോയിട്ടില്ല. ഇപ്പോൾ ഇതാ മരിച്ചു, അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു വന്നേ ഉള്ളൂ. ഇതിൽ ആരാപ്പം എൻ്റെ അച്ഛൻ എന്ന് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് വിരക്തി വന്നു. നാരദ മഹർഷി ഓഫായിക്കോളും, പോട്ടെ, ഇങ്ങനെ ഒരുത്തനാണെച്ചാൽ വേണ്ട. അപ്പോൾ തന്നെ ഇങ്ങനെ ഇതൊക്കെ വലുതായാൽ എന്തായിരിക്കും കഥ? കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പം നാരദ മഹർഷിയുടെ മാജിക്ക് കാണിച്ചതാണ്. മരിച്ചുപോയ ആൾ വന്നു വിചാരിക്കണ്ട. അതൊക്കെ എപ്പോഴും ഉണ്ട്, അങ്ങനെ നോട്ടീസൊക്കെ അങ്ങനെ മരിച്ചുപോയ ആളുണ്ടെന്ന് ഇങ്ങനെ തോന്നും. ഇപ്പോൾ AI ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തോന്നും, പെട്ടെന്ന് തോന്നും. ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവും നിശ്ചയില്ല. അതാണ് ഇങ്ങനൊരു പോക്ക് പോയാൽ. അപ്പോൾ തന്നെ മനുഷ്യൻ്റെ ബുദ്ധി കുറഞ്ഞു വരും. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ അറിയില്ല, എങ്ങനെയാണ് ചായ ഉണ്ടാക്കേണ്ടത്, അത് ChatGPT ചോദിക്കുകയാണ്. ഒരു സാധനം വയ്യ, വിശന്നാൽ എങ്ങനെ തിരിച്ചറിയാം?
നമ്മളും അതുപോലെയാണ്. എങ്ങോട്ടാണ് ഈ പോക്കെന്ന് അറിയില്ല. ബുദ്ധി ഇങ്ങനെ പോവുകയാണ്. വന്ന് ഇപ്പോൾ കണക്കൂട്ടാൻ തന്നെ നിശ്ചലമല്ലോ. മൊബൈൽ വന്നതിന് ശേഷം പിന്നെ ഫോൺ നമ്പർ എത്ര പേര് ഓർമ്മിച്ച് വെക്കുന്നുണ്ട്? ഒന്നും അറിയില്ല. അവനവൻ്റെ നമ്പർ അറിയില്ല, ഒന്നും അറിയില്ല. ഇത് ഓഫായാൽ കഴിഞ്ഞ കഥ. അത് നമ്മളൊരു അവയവം പോയ പോലെ ചെയ്താണ്. പിന്നെ നിർത്തി. ഇത് ഏത് ജന്മത്തിലെ അച്ഛനും അമ്മയാണ് എന്നങ്ങോട്ട് ചോദിച്ചതും അതോടുകൂടി മമത കുറച്ചങ്ങോട്ട് പോയി. പക്ഷെ അത് പൂർണ്ണമായിട്ട് പോയിട്ടില്ല. വീണ്ടും ഉപദേശം, നമ്മുടെ ദുഃഖത്തിന് കാരണം വാസ്തവം പറഞ്ഞാൽ വസ്തുക്കൾ നഷ്ടപ്പെടുന്നതല്ല, എൻ്റെ എന്നുള്ള വിചാരമാണ്. വസ്തു നഷ്ടപ്പെട്ടാൽ വിഷമമൊന്നുമില്ല, എൻ്റെ വസ്തു നഷ്ടപ്പെടുമ്പോഴേ വിഷമമുള്ളൂ. അതൊന്നും തിരിച്ചറിയണം. നിങ്ങൾക്ക് ദുഃഖം വന്നാൽ എനിക്ക് വലിയ വിഷമമില്ല, ഇല്ല പറയണില്ല, കുറച്ചൊക്കെ ഉണ്ടാവുമായിരിക്കും. അതിന് വലിയ വിഷമം, എനിക്ക് ദുഃഖം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാവുമോ? ഉണ്ടാവും. എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നു വേണ്ട, അയ്യോ തിരുമേ വേണ്ട, അങ്ങനെയൊന്നുമില്ല, വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. നമുക്ക് വേറൊരാൾക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റില്ലേ? ഇല്ലേ? നമുക്ക് വന്നാലോ സമാധാനിപ്പിക്കാൻ പറ്റണമെങ്കിൽ അർത്ഥം അത്രയ്ക്ക് വിഷമം ഇയാക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റുന്നത്. അവനവൻ വരുമ്പോൾ കൂടും, അടുത്ത ബന്ധുക്കൾക്ക് വരുമ്പം ലേശം ഉണ്ടാവും, എന്നാലും തനിക്ക് വന്നതുപോലെ ഇല്ല. അതുകൊണ്ടാണ് സമാധാനിപ്പിക്കാൻ സാധിക്കുന്നത്. തനിക്ക് വരുമ്പോഴും വേറൊരാൾക്ക് വന്നതുപോലെ നോക്കിയാൽ മതി. തന്നെ മാറി നിന്ന് കാണാൻ സാധിച്ചാൽ അയാൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്കൊക്കെ വരുന്ന വിഷമം പോലെ തന്നെ എനിക്ക് വരുന്ന വിഷമം ഒന്ന് മാറിക്കണ്ട് നിന്നാൽ മതി. പക്ഷെ അതപ്പം പറ്റിക്കോളുന്നില്ല. അതിനാണ് ഇപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ, ഈ വക ഉപദേശങ്ങളൊക്കെ ഇപ്പോഴേ കേൾക്കുന്നത്. ഭാവിയിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ശ്രദ്ധിക്കണം, ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കണം. അതിനാണ് മമത്വം താവദേവഹി. മമത കൊണ്ടാണ് ദുഃഖമൊക്കെ. വീടിങ്ങനെ കത്തുകയാണ്, അച്ഛൻ പുറത്തിറങ്ങി കരയാണ്, എന്നാലും തൻ്റെ വീടാണ് ഈ പോണത്. മകനെടുത്തു എന്ന് പറഞ്ഞു, അച്ഛാ 2.5 കോടി ഇന്നലെ കിട്ടി, ഇത് വിറ്റിട്ട്. വിറ്റ കാര്യം അച്ഛറിഞ്ഞില്ല. വീട് വിറ്റു എന്നങ്ങോട്ട് കേട്ടപ്പോഴേക്ക് അച്ഛൻ കണ്ണിലൊക്കെ തുറച്ച് നേരത്തെ പറയണ്ടായി, വെറുതെ കരഞ്ഞു. വിറ്റ വീടായിരുന്നു. അപ്പം വീട് കത്തിയതല്ല കുഴപ്പം, തൻ്റെ എന്നുള്ള വിചാരം അതാണ്. വേറൊരാളുടെയാണ്. ഇപ്പം അയാൾക്ക് ദുഃഖം ഉണ്ടല്ലോ ആലോചിച്ച് ദുഃഖിക്കുന്നില്ല. അതൊന്ന് മനസ്സിലായിക്കൂടെ? മമത്വം താവദേവഹി. മമത കൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത്, വേറെ ഒന്നുകൊണ്ടുമല്ല. അതുകൊണ്ട് മമത ഒഴിവാക്കൂ. ഇവിടെ വ്യവഹരിക്കുമ്പം എൻ്റെ എന്ന് വിചാരിക്കേണ്ട ഒന്നും. എൻ്റെ വീടെന്ന് പറയണ്ട, ഭഗവാന്റെ. ഞാൻ നോക്കണു, കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞതൊക്കെ ഒഴിവാക്കി ഞാൻ പോവുകയും ചെയ്യും. ഇതൊക്കെ ഇവിടെ ഉണ്ടാവും, പിന്നെയും ബാക്കി. ഇതൊക്കെ ഭഗവാന്റെയാണ്. എല്ലാം കുട്ടി ഭഗവാന്റെ, അച്ഛനമ്മ ഒക്കെ ഭഗവാന്റെ. നമ്മൾ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ വേണ്ടതുപോലെ ധർമ്മമൊക്കെ അനുഷ്ഠിക്കുന്നു, അച്ഛനെയും അമ്മയൊക്കെ നല്ല രീതിയിൽ നോക്കണു, ഭാര്യയോടൊക്കെ നല്ല സ്നേഹം, ഒരു കുറവുമില്ല, നല്ല സ്നേഹം. മക്കളൊക്കെ നല്ലോണമല്ല, അല്ലാണ്ട് മക്കളെ നോക്കിയിട്ട് ഇഞ്ചല്ല, അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നും പറയരുത്, തന്നെ. പക്ഷെ ഉള്ളിൽ ഭഗവാന്റെ. അത് രഹസ്യമായിട്ട് ഉള്ളിൽ വെച്ചാൽ മതി, ഭഗവാന്റെ. അതാണ് സത്യം. അത് പുറമെ അങ്ങനെ കാണിക്കാനുള്ളതല്ല. പുറമെ എന്താ വെച്ചാൽ ചക്കര എന്ന പഞ്ചായത്തൊക്കെ വിളിച്ചോളൂ, എൻ്റെ കുട്ടാന്നൊക്കെ വിളിക്കാം കുട്ടിയെ. പക്ഷെ ഉള്ളിൽ മനസ്സിലാക്കണം ഇത് ഭഗവാന്റെയാണ് എന്ന് മനസ്സിലാക്കിയാൽ വലിയ ദുഃഖം ഉണ്ടാവില്ല. അതുകൊണ്ട് വസ്തുക്കളൊക്കെ നമ്മൾ കൊടുക്കാറില്ല. ഇപ്പോൾ കയ്യിൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഒരാരോ തന്നു 10 രൂപ. അപ്പോൾ ആരുടെ? നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ എൻ്റെ നമ്മൾ പറയും. അത് നമ്മൾ സാധനം വാങ്ങുമ്പോൾ ആർക്ക് കൊടുത്തു? കടക്കാരന് കൊടുത്തു. ഇപ്പോൾ അതാരുടെ? നമുക്ക് എത്ര പേരുടെ ദാവുണ്ട് ഇല്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മൾ എൻ്റെ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. നമ്മളിപ്പം അങ്ങനെ എൻ്റേത് പറയണ്ടെന്നല്ല പറയുന്നത്, പറഞ്ഞോളൂ, വ്യവഹരിക്കാൻ പറയാം. പക്ഷേ എൻ്റെ അല്ലാതെ മനസ്സിലാക്കണം. ഏതുപോലെ ചോദിച്ചാൽ ബാങ്കിലെ ക്യാഷറെ പോലെ വ്യവഹരിച്ചാൽ മതി. എത്രയോ കാശ് ദിവസം ഇങ്ങനെ എണ്ണി എടുത്തു വയ്ക്കുന്നുണ്ട്, പക്ഷേ ഒന്നുപോലും തൻ്റെ എന്നുള്ള വിചാരം ആർക്കില്ല. ഉണ്ടോ? ബാങ്കിൽ എണ്ണി റബ്ബർ ബാൻഡൊക്കെ കെട്ടി അങ്ങനെ എടുത്തു വയ്ക്കുമ്പോൾ 2000 രൂപ എൻ്റെ എന്ന് പറഞ്ഞ് എടുത്താലോ പണി പോയി തന്നെ. അത് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ അത് എടുത്താൽ പണി പോകും. ഒക്കെ വ്യവഹരിക്കാം. എൻ്റെ എന്ന് വിചാരിക്കേണ്ട, എൻ്റെ ജോലി എന്ന് വിചാരിക്കേണ്ട. ജോലിയൊക്കെ വൃത്തിയിൽ ചെയ്യുന്നു, എൻ്റേത് വിചാരിച്ചില്ലെങ്കിൽ അയാൾക്ക് വിഷമമില്ല. നാളെ പിരിച്ചു വിട്ടാലും എൻ്റെ എനിക്ക് തോന്നിയിട്ടില്ല, അതാണ് പോരാ. അങ്ങനെ സ്വസ്ഥമായിട്ട് കഴിയുക. ഇതങ്ങോട്ട് കേട്ടു. രാജാവിന് കുറേശ്ശൊക്കെ ബോധ്യമായി. എന്നാലും ഇത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പഴയ ദുഃഖം തിരിച്ചു വരുമോ ചോദിച്ചു. തിരിച്ചു വരാണ്ടിരിക്കാനുള്ള വഴി പറയാം. ഇപ്പോൾ ഇത് ഈ ജ്ഞാനം ഞങ്ങൾ പറഞ്ഞു തന്നു, നിങ്ങൾ അങ്ങത് കേട്ടു, പക്ഷേ അങ്ങയുടെ അനുഭവത്തിൽ വന്നിട്ടുണ്ടെന്ന് പറയാൻ വയ്യ. അത് ഉറപ്പിക്കണം. ഇപ്പോൾ ശ്രവണമായി ഇനി മനനവും നിധിധ്യാസനവും ആവശ്യം. അതിനുള്ള ഉപാസനാ പദ്ധതി അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഗൃഹാന്തകൂപാൻ നിഷ്ക്രാന്ത സരപ്പങ്കാധിപദ്വിപ. ഒരു ചളിക്കുണ്ടിൽ നിന്ന് ഒരു കൊമ്പനെ 2 പാപ്പാന്മാരങ്ങോട്ട് കരയ്ക്ക് നിർത്തി കഴുകി വൃത്തിയാക്കി. ഏത് കൊമ്പൻ? ചിത്രകേതു എന്ന രാജാവിനെ 2 പാപ്പാന്മാരാരാ? അങ്കിരസും നാരദരും ആ ഗൃഹമാകുന്ന ചളിക്കുണ്ടിൽ നിന്നങ്ങോട്ട് എണീപ്പിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി വെച്ചു. ഇനി ആ ചളി പോകാണ്ടിരിക്കണ്ടേ? അതിനുവേണ്ടി ഭഗവാനെ ഭജിക്കാനുള്ളൊരു മന്ത്രം നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ശേഷതോഷിണി, സംകർഷണമൂർത്തിയെ ഉപാസിക്കാനുള്ളൊരു വിദ്യ.
അത് നിരന്തരം എന്നും ജപിക്കുക. അങ്ങനെ അങ്ങനെ മനസ്സിനെ വേറെ വിഷയങ്ങളിലേക്ക് പോവാണ്ട് നോക്കുക. അങ്ങനെ ഭജിച്ചു. അതിൻ്റെ ഫലമായിട്ട് സംഘർഷണമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഒരിക്കലും ഇനി തനിക്ക് ദുഃഖം ഉണ്ടാവില്ല എന്ന് അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ വിദ്യാധരനായിട്ട് മാറി, മനുഷ്യഭാവത്തെ അതിക്രമിച്ചു, വിദ്യാധരനായിട്ട് മാറി, എവിടെ വേണമെങ്കിലും പോവാം, അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം. തൻ്റെ കൂട്ടുകാരെയും കൂട്ടി ഒരിക്കലും അദ്ദേഹം കൈലാസത്തിലേക്ക് പോയി. ആരും തടയില്ല, എവിടെ വേണമെങ്കിൽ കയറി ചെല്ലാം. വൈകുണ്ഠത്ത് പോണിച്ചാൽ പോവാം, കൈലാസത്ത് പോണിച്ചാൽ പോവാം, എവിടെയാച്ചാൽ പോവാം, അങ്ങനെ ഒരു മട്ട. കൈലാസത്തിലേക്ക് പോയപ്പോൾ ആദ്യമായിട്ട് വരില്ലേ, ഇതിന് മുമ്പ് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ സമ്പ്രദായം അദ്ദേഹത്തിന് അങ്ങനെ അറിയില്ല. അവിടെ എത്തിയ സമയത്ത് കാണുന്ന കാഴ്ച പരമശിവൻ അവിടെ തത്വം ഉപദേശിക്കുകയാണ്. ഋഷിമാരൊക്കെ അങ്ങനെ ഇരുന്ന് തത്വം കേൾക്കുന്നുണ്ട്, ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. അതങ്ങോട്ട് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. തത്വം ഉപദേശിച്ചത് കുഴപ്പമുണ്ടെന്നല്ല, പക്ഷേ മടിയിലാരുണ്ട്, പാർവതി ഇരിക്കുന്നുണ്ട്. ആരുടെ മടിയിൽ? പരമശിവൻ്റെ മടി. പരമശിവൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയതാണേ. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഏഷാ ലോകഗുരുഹു സാക്ഷാൽ ലോകഗുരുവാണ് അത്രേ. എന്നിട്ട് നോക്കൂ, തത്വം ഉപദേശിക്കുകയാണ്. തത്വമസ്യൊക്കെ ഉപദേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നോക്കൂ, പാർവതി മടിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തത്വം ഉപദേശിക്കും. ഇത് ശരിയാണോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അവിടെ എത്രയോ പേര് ഇരിക്കുന്നുണ്ട്, അവർക്ക് തോന്നിയോ? സനകാദികൾ ഇരിക്കുന്നുണ്ട്, തോന്നിയിട്ടില്ല. അവർ അമ്മ അച്ഛൻ അങ്ങനെ തോന്നുന്നത്. അമ്മയച്ഛൻ ഒരുമിച്ചിരിക്കണോ? അമ്മയച്ഛൻ ഒരുമിച്ചിരിക്കുമ്പോൾ അല്ലേ മക്കൾക്ക് നേട്ടം, അനുഗ്രഹം. വിട്ടു പോകാണ്ട് ഒരുമിച്ച് അങ്ങനെ ഇരിക്കട്ടെ, എത്ര അതേ അവർക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെയല്ല, കുറച്ചൊരു അന്തമുള്ളവരുണ്ടെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ തോന്നും മാത്രമല്ല അവിടത്തെ അത് പറയുകയും ചെയ്തു. കഷ്ടം തന്നെ. പ്രായശപ്രാകൃതാശ്ചാപി സ്ത്രീയം രഹസി ബിഭ്രതി. സാധാരണ പ്രാകൃതന്മാർ പോലും ഇങ്ങനെ പതിവില്ല കേട്ടോ. ഭാര്യ ഭർത്താവ് അങ്ങനെ ഒരുമിച്ച് അങ്ങനെ ആൾ കാണുക അങ്ങനെ ഇരിക്കൊന്നും പതിവില്ല. മിണ്ടുന്നില്ല, ആളുടെ ഒന്നും മിണ്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഈ പരിഷ്കാരം. പണ്ടൊന്നും അങ്ങനെ ഒന്നും മിണ്ടൊന്നുമില്ല. പേരൊന്നും വിളിക്കില്ല, അച്ഛനും അമ്മ അച്ഛനെ പേരൊന്നും വിളിക്കില്ല, ഒക്കെ വിട്ടിരിക്കുകയുള്ളൂ. ഏട്ടാവൊന്നും അങ്ങനത്തെ ഏർപ്പാടൊന്നുമില്ല. പറയുമ്പോൾ അച്ഛന് മനസ്സിലായി, ആ വിളിച്ചതാ, അത്രയേ ഉള്ളൂ, അല്ലാതെ പേരൊന്നും വിളിക്കില്ല. ബഹുമാനം കൊണ്ടാണ്. ഒപ്പം നടക്കില്ല, ആദ്യം കണ്ട് പോകും, പിന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെ പിന്നാലെ പോകും. ഇങ്ങനെയൊക്കെയാണ്. പണ്ടൊക്കെ അങ്ങനെയാണ്. മുത്തശ്ശനെ ആദ്യത്തെ ബസ് കയറി ഇപ്പോൾ 2 ബസ് കഴിഞ്ഞ് അടുത്ത ബസ്സിലെ മുത്തശ്ശി കയറുള്ളൂ. അപ്പോൾ ഒന്നുമില്ല, ഗൗരവം ആണ്. ഇതിപ്പോൾ അതിൻ്റെയൊക്കെ മുന്നേ ഇത്ര പരിഷ്കാരം പരമശിവനും. പത്നിയെ മടിയിൽ വെച്ചിട്ട് അദ്ദേഹം തത്വമസി ഉപദേശിക്കുകയാണ് എന്നടുത്ത് വന്ന് പറഞ്ഞു. പരമശിവൻ അത് തമാശയായിട്ട് കണക്കാക്കി, ഒന്ന് ട്രോളിയതാ. പോട്ടെ, തമാശയല്ലേ, പോട്ടെ, വിഷ്ണു ഭക്തനാണ്. അപ്പോൾ തമാശയായിട്ട് കണക്കാക്കി. പാർവതിക്ക് ഇത് തമാശയായിട്ട് കണക്കാക്കാൻ തോന്നിയില്ല. ഇതാ തമാശ, ജതി തമാശ വേറെ എത്ര തമാശ ഉണ്ട് നല്ലത്, ഇങ്ങനെയുള്ള തമാശ, ഇത് തമാശയായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ഇയാളുടെ ഉള്ളിൽ ലേശം കളങ്കമുള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നിയത്. അതുകൊണ്ട് ആ ഉള്ളിലുള്ള പഴുപ്പം അങ്ങോട്ട് പുറത്തേക്ക് വരട്ടെ, അതിന് ഇയാൾ അസുരനാവട്ടെ. കുറച്ചൊരു അസുര സ്വഭാവം ഉള്ളിലുണ്ടേ, അതങ്ങോട്ട് അനുഭവിച്ചങ്ങോട്ട് തീരട്ടെ. അതുകൊണ്ട് അദ്ദേഹം അസുരനാവട്ടെ എന്ന് പറഞ്ഞ് പാർവതി ശപിച്ചു. ശാപം കണ്ട് കിട്ടിയപ്പം പേടിക്കുന്നു വിചാരിച്ചു. ആര്? ചിത്രകേതു അങ്ങോട്ട് കാലക്കൽ കൊണ്ട് ശാപമോക്ഷം ചോദിക്കുന്നു വിചാരിച്ചു. എങ്കിൽ തെറ്റി. ചിത്രകേതു അടുത്ത് വന്നിട്ട് ചിരിച്ചും കൊണ്ട് പറഞ്ഞു, അമ്മേ പ്രതിഗൃഹാമി തേ ശാപം, ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുക. എനിക്കിപ്പം സംഘർഷണമൂർത്തിയെ കണ്ടതിന് ശേഷം എന്ത് കിട്ടിയാലും ഒരുപോലെയാണ്. ശാപമാണെങ്കിലും അനുഗ്രഹമാണെങ്കിലും സ്വർഗ്ഗമാണെങ്കിലും നരകമാണെങ്കിലും വൈകുണ്ഠാണെങ്കിലും ഇപ്പോൾ ഒന്നും പഴയ പോലെ പേടില്ല. എന്തു തന്നെ വന്നാൽ അസുരനായാലും പേടിയുണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അസുരനായ എന്താ കുഴപ്പം? ഉള്ളിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തായാലും എന്താ? നരത്വം ദേവത്വം നഗവന മൃഗത്വം അശകതാ പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിവിജനേ. ഒരു മനുഷ്യനായാലെന്താ, മൃഗമായാലെന്താ, കീടമായാലെന്താ, കൊതുകായാലെന്താ? അപ്പോഴൊക്കെ ഭഗവാനെ ഭജിക്കാനുള്ള ആ ശക്തി ഉണ്ടെങ്കിൽ പിന്നെ എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ മനുഷ്യനായിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാലും, സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? അതുകൊണ്ട് അമ്മ ഒരു കുഴപ്പമില്ല, എന്തായാലും അമ്മ ശപിച്ചതല്ലേ. അമ്മ കുട്ടികളെ ശപിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അത് വെറുതെ ആവില്ല, നല്ല കാര്യം, നല്ലതിന് വേണ്ടിയിട്ട് ചീത്ത പറയുള്ളൂ. അതുകൊണ്ട് അമ്മയുടെ ഈ ശാപം ഈ മകൻ 2 കൈ നീട്ടി സ്വീകരിക്കുക എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വാത്സല്യമായി. പിന്നെ അയ്യോ തൻ്റെ മകനല്ലേ. നേരത്തെ ഇയാൾക്ക് അമ്മയെ തോന്നിയിട്ടില്ല കേട്ടോ, അത് വേറെ വിഷയം. അമ്മയെ തോന്നിച്ചങ്ങനെ പറയില്ലായിരുന്നു. അമ്മയും അച്ഛനും ഒരുമിച്ചിരിക്കുമ്പോൾ അടുത്ത് പോയിട്ട് അമ്മയും അച്ഛനും ഇരിക്കുമ്പം മക്കൾക്ക് അമ്മയും അച്ഛനൊന്നേ തോന്നാവൂ, സ്ത്രീ പുരുഷനും തോന്നാൻ പാടില്ല. അമ്മയും അച്ഛനും ഒരുമിച്ചിരിക്കണം എന്നാണ് മക്കൾ ആഗ്രഹിക്കേണ്ടത് അല്ലേ? വാർഷികത്തിനൊക്കെ ഫോട്ടോ എടുക്കുകയല്ലേ? അമ്മയും അച്ഛനും മാറ്റിയിരുത്തിയിട്ടാ അമ്മയും അച്ഛനും ഒന്ന് ചേർന്നിരിക്കുക. അമ്മേ അച്ഛ ഒന്നും കൂടി അങ്ങോട്ട് അടുത്തിരിക്കുക, അവർക്ക് പിന്നെ ഒരു മടി ഉണ്ടാവും. ഒന്ന് ചേർന്നിരിക്കൂ. അമ്മയുടെ കൈ ഇങ്ങോട്ട് പോരട്ടെ, അച്ഛൻ്റെ അടുത്തേക്ക് വരട്ടെ, അച്ഛാ അല്ലേ? അങ്ങനെയല്ലേ ഫോട്ടോ എടുക്കുക. അല്ലാണ്ട് അച്ഛന് ചൂല് കൊടുത്തിട്ട് അച്ഛാ ചൂല് പിടിക്കൂ, അമ്മയെ ചട്ടുകോ ഇതാ വിട്ടു നോക്കൂ, അങ്ങനെ ഫോട്ടോ എടുക്കുമോ? മക്കളാവുമ്പോൾ ഒരുമിച്ചിരിക്കണം തന്നെ. അവർ സന്തോഷമായിട്ടിരിക്കട്ടെ. അവർ സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം എന്നല്ല ചിന്തിക്കേണ്ടത്. ഇതിപ്പോൾ ശാപം കിട്ടിയ പോലെ ഒരു ബുദ്ധി അപ്പം മാറി. അതാണ് പറഞ്ഞത് അമ്മയെന്ന് വിളിച്ചത്, പ്രതിഗൃഹാമി. പക്ഷെ എന്നാലും അമ്മയ്ക്ക് ഒരു സങ്കടം. നീ ശാപമോക്ഷം ചോദിക്കുമോ?
ശാപമോക്ഷം ചോദിക്കുക. അമ്മ പറഞ്ഞു പോയതാ, ശപിച്ചു പോയതാണ്. നീ ശാപമോക്ഷം ചോദിച്ചാൽ തരായിരുന്നു. ശാപം ചോദിക്കാണ്ട് കൊടുക്കുക, ശാപമോക്ഷം ചോദിക്കാണ്ട് കൊടുക്കാൻ വയ്യ. നീ ശാപമോക്ഷം ചോദിക്കുമെന്ന് അപേക്ഷിച്ചിട്ടും ആരും ചോദിക്കണില്ല. എനിക്ക് കുഴപ്പമില്ല അമ്മേ, എനിക്ക് പ്രശ്നമില്ല, അസുരനായ എനിക്ക് കുഴപ്പമില്ല പറഞ്ഞ അദ്ദേഹം അങ്ങോട്ട് പോവുകയും ചെയ്തു. പരമശിവൻ അതുവരെ മിണ്ടാണ്ടിരുന്നു. അദ്ദേഹം അങ്ങോട്ട് പോയപ്പം പാർവതി അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇപ്പം എന്തായി, നീ ഇപ്പം ശപിച്ചിട്ടിപ്പം. അദ്ദേഹം നല്ല തപശക്തിയുള്ള ആളാണ്. തിരിച്ച് ശപിച്ചാൽ നീ ഇപ്പോൾ കല്ലായി മാറും. അദ്ദേഹം ചെയ്തിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ മാന്യത. നമ്മളെല്ലാവരുടെ നേരെ ഇങ്ങോട്ട് പുറപ്പെടരുത്. ഇപ്പം നിൻ്റെ തപശക്തി ലേശം കുറഞ്ഞു എന്നല്ലാണ്ട് ഇപ്പം എന്തേ ഉണ്ടായി. അയാൾക്ക് ദുഃഖം ഉണ്ടെങ്കിൽ നമുക്ക് ശപിച്ചതിന് ഒരു അർത്ഥം ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു വിഷമം ഉണ്ടായില്ല, താങ്ക്സ് എന്ന് പറഞ്ഞ് ഷൈക്കന്നെ കൊടുത്ത് അങ്ങോട്ട് പോകേണ്ടായത് ശപിച്ചപ്പോഴേ. അതുകൊണ്ട് ഇനി മുതൽ വിഷ്ണു ഭക്തന്മാരുടെ നേരെ കൈ ഓങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. അവർക്കിതൊന്നും വിഷയമില്ല, അവർക്ക് മരണം എന്ന് പറഞ്ഞാൽ പേടില്ല. അവർക്ക് തൊട്ടുകൂട്ടാനുള്ള ഉപ്പിട്ടത് പോലെയാണെന്ത് മരണം. എന്തായാലും മുക്തിക്ക് പോവുകയാണ്, കൂട്ടത്തിൽ മരണം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഇല്ലേ വേണ്ട. ചോറിനിപ്പോൾ സാമ്പാർ അല്ലെങ്കിൽ കറി നിർബന്ധമാണ്, ഉപ്പിട്ടതും ഉപ്പേരി നിർബന്ധമുണ്ടോ? പപ്പടം നിർബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ 2 ഉരുളധികം പോകുന്നല്ലാതെ നിർബന്ധമൊന്നുമില്ല. അത്രേ ഉള്ളൂ. അവർക്കെന്തായാലും മുക്തിയാണ്. പോണ വഴിക്ക് മരണം ഉണ്ടെങ്കിൽ മരണം അംഗീകരിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അത്രയ്ക്ക് തന്നെയുള്ളൂ. അതുകൊണ്ട് അവരെ പേടിപ്പിക്കണ്ട എന്ന് പറഞ്ഞു. അതാണ് ആ ചിത്രകേതുവാണ് പിന്നീട് അടുത്ത ജന്മത്തിൽ വൃത്രാസുരനായി മാറിയത്. അദ്ദേഹം ആ സംഘർഷണമൂർത്തിയെ ഉപാസിച്ചില്ലേ, അത് വെറുതെ ആവുമെന്ന് തോന്നുന്നുണ്ടോ? ആ ധർമ്മത്തിൻ്റെ ഫലം ആണ്. സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ആ യുദ്ധകാലത്തിൽ വെച്ച് അദ്ദേഹം കേമായിട്ട് സ്തുതിക്കാനുണ്ടായ കാരണം പൂർവ്വജന്മത്തിൽ ഉപാസിച്ചതിൻ്റെ ഫല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുഃഖമില്ലാണ്ടിരിക്കാൻ ആ ജന്മത്തിൽ സാധിച്ചത് എന്ന് പറഞ്ഞു. മറ്റുള്ളവൻ നശിക്കാൻ വേണ്ടിയൊന്നും ഭജിക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ഭജിച്ചാൽ പോലും ഭജിക്കുന്നവൻ്റെ ഉള്ളിൽ ശുദ്ധാവും. എന്താണ്? വേറെ ആൾ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനും ഭജിക്കാനൊന്നും പാടില്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ആ ഭജിക്കുന്ന ആൾക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നു, എന്തിനാ അങ്ങനെ മറ്റുള്ളവൻ നശിക്കണമെന്ന് പ്രാർത്ഥിക്കണം, എന്തിനാ അങ്ങനെ വിചാരിക്കണം എന്ന് പറഞ്ഞ ഉള്ളിൽ ശുദ്ധാവും. ഇത് കാണിക്കുക ഒരു കഥ കുറച്ചധികം പറയുകയാണ്. അതോടുകൂടി ഈ ഷഷ്ഠസ്കന്ധം കഴിയാണ്. മരുതുൽപ്പത്തി. ദതിക്ക് പണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു മകൻ വേണമെന്ന് മോഹം. ഒരിക്കൽ കശ്യപ പ്രജാപതി തൻ്റെ അടുത്തേക്ക് വന്നപ്പം ശുശ്രൂഷിച്ചു കേമായിട്ട്. അപ്പം ശരിക്കുള്ള സ്നേഹ കരുതി അദ്ദേഹം പറഞ്ഞു, നിനക്ക് എന്ത് വരാ വേണ്ടത്? അതുകൊണ്ട് ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ഒരിക്കലും പറയരുത്. പണ്ട് ദശരഥനും പറ്റിയതാ. അങ്ങനെ ചെയ്യരുത്. ആരെ എന്താ ചോദിച്ചാൽ തന്നെ ചെയ്യുന്ന ഉറപ്പുണ്ടോ? ഉറപ്പൊന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചിട്ട് പറയാം. അതപ്പോൾ എന്തായാലും അങ്ങനെ വാക്ക് കൊടുക്കരുത്. അദ്ദേഹം അങ്ങനെ കണ്ട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇന്ദ്രനെ കൊല്ലാൻ പാകത്തൊരു ഉണ്ണിക്കുണ്ടാവണം. കുടുങ്ങിയില്ലേ? ഇന്ദ്രൻ ആരാ? ഇയാളുടെ മകൻ തന്നെയാണ്, ഇവളുടെ സഹോദരിയുടെ മകനാണ്. ഇനിയിപ്പം വാക്ക് മാറ്റാനും വയ്യ. അവസാനം അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാൻ, ഞാൻ വ്രതം ഉപദേശിക്കും. ആ വ്രതം നീ വേണ്ടതുപോലെ ചെയ്യുകയാണെങ്കിൽ നിനക്കുണ്ടാവണ കുട്ടി ഇന്ദ്രനെ കൊല്ലും. അതിൽ വല്ല ഭംഗവും വന്നാൽ ആ കുട്ടി ഇന്ദ്രൻ്റെ ആളായിട്ട് മാറും. സമ്മതാണോ? സമ്മതമാണ്. ഭംഗം വന്നാലല്ലേ, അയ്യോ നോക്കിക്കോളാം, മുടങ്ങാണ്ട് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ വ്രതം ഉപദേശിച്ചു. പുംസവന വ്രതം, ഒരു കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതം. എങ്ങനെയെങ്കിലും മുടങ്ങും ആ പാകത്തിനുള്ള വ്രതം. എന്നാൽ ചിന്തിയാൻ നഖരമാണി, നഖം വെട്ടാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല, ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല, ഒന്നിൻ്റെയും എച്ചിൽ കഴിക്കാൻ പാടില്ല, സന്ധ്യയ്ക്ക് കിടന്നുറങ്ങാൻ പാടില്ല, മുടി കെട്ടഴിയാൻ പാടില്ല. ഇങ്ങനെ കുറേ ഒക്കെ എങ്ങനെയെങ്കിലും മുടങ്ങട്ടെ എന്നുള്ള വിചാരം. കാരണം നല്ലതല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു വിചാരത്തിൽ അങ്ങനെ കൊടുത്തു. ഏതായാലും അവളതൊക്കെ എഴുതിയെടുത്തു. അങ്ങനെ പോയി. അങ്ങനെ ഇന്ദ്രനെ കൊല്ലാൻ പാകത്തൊരു മകൻ ഉണ്ടാവുന്ന സങ്കല്പമാണ്. അപ്പോഴേക്കും ഈ വാർത്ത ആരറിഞ്ഞു? കശ്യപ പ്രജാപതി പറഞ്ഞിട്ട് ഇന്ദ്രൻ തന്നെ അറിഞ്ഞു. ഇന്ദ്രൻ പിന്നെ അത് ഇല്ലാണ്ടേക്കാൻ വേണ്ടി വേഷം മാറി ഇവിടെത്തി. അവിടെ വേണ്ട സൗകര്യം ഒക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒരു വാരര് കുട്ടിയിട്ട് പൂവൊക്കെ പറിച്ചു കൊടുക്കുക, അവിടെ അമ്മയ്ക്ക് ചന്ദനം അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അരച്ചു കൊടുക്കുക, അങ്ങനെ പൂജിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക. അങ്ങനെ അവിടെ കയറിപ്പറ്റി ഇന്ദ്രൻ. എന്നിട്ട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി. ഇത് മുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. വ്രതം മുടങ്ങാൻ എന്താ വഴി? ഏറ്റവും എളുപ്പം എന്താ ചോദിച്ചാൽ, ഇതിലിപ്പം സന്ധ്യയ്ക്ക് കിടന്നുറങ്ങാൻ പാടില്ല പറയുന്നുണ്ട്. അതൊന്ന് മാറ്റാം. ഉറക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഉണ്ടോ? സപ്താഹക്കാർക്കാണ് ഉറക്കാൻ ബുദ്ധിമുട്ട്. നമ്മളോട് അത് 2 അധ്യായം വായിച്ചാൽ പോരെ, അത്രയല്ലേ വേണ്ടു. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രൻ എന്താ ചെയ്യും? ഉറക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇന്ദ്രൻ അതാ കരുതി. ഇന്ദ്രൻ എന്ത് ചെയ്തു? അങ്ങനെ സന്ധ്യയ്ക്ക് അങ്ങനെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. അങ്ങനെ കാലൊക്കെ നീട്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ പോയി കാലം കണ്ട് ഒഴിഞ്ഞു കൊടുത്തു. എന്നിട്ട് ചെവിയുടെ അടുത്ത് പോയിട്ട് മൂളിക്കൊടുത്തു. പോരെ. ആ അമ്മ അങ്ങോട്ട് ഉറങ്ങി. അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആ ഗർഭത്തെ 7 മുറിച്ചു തൻ്റെ വജ്രായുധം കൊണ്ട്. തൻ്റെ ശത്രുവല്ലേ. 7 കൂടി കരയാൻ തുടങ്ങി. അപ്പോൾ ഓരോന്നിനും 7 7 49 ശത്രുക്കളുണ്ടായി. ഇനിയും മുറിച്ച ശത്രുക്കളുടെ എണ്ണം കൂടുന്നു മനസ്സിലായി.
അതുകൊണ്ട് തൽക്കാലം ഇന്ദ്രൻ നിർത്തി പുറത്തേക്ക് ഇറങ്ങി. 49 പേരും ഇന്ദ്രൻ്റെ പിന്നാലെ. അമ്മ കണ്ണു തുറക്കുമ്പം 49 + 1 ഇന്ദ്രൻ. ഇന്ദ്രൻ വജ്രായുധമൊക്കെ ആയിട്ട് നിൽക്കണു, വേറെ 49 തൻ്റെ കുട്ടികൾ. ഇന്ദ്രനോട് ചോദിച്ചു, ഞാനൊരു ഉണ്ണി വേണമെന്നേ വിചാരിച്ചുള്ളൂ, ഇത് 49 എണ്ണം. സപ്ത സപ്താഭവൻ കഥം. അതും ഇന്ദ്രനെ വിളിച്ച പേരാണ് അത്ഭുതം. ഇതുവരെ ശത്രുവായിട്ടാണ് കണ്ടത്. ഇന്ദ്രൻ മരിച്ച് കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു ഇവൾക്ക്. ഇപ്പോൾ ഇന്ദ്രനെ വിളിച്ചതെന്നറിയോ? അല്ലയോ പുത്ര. എന്താ വിളിച്ചത്? മകനെ. ഈ അമ്മ ഒരു ഉണ്ണി ഉണ്ടാവണമെന്നേ വിചാരിച്ചുള്ളൂ, ഇതിപ്പോൾ 49 ഉണ്ണികൾ എങ്ങനെ ഉണ്ടായി? ഉണ്ണി ആരെ വിളിക്കുകയാണ്? ഇന്ദ്രനെ എന്ന് പറഞ്ഞാൽ അർത്ഥം അത്രേ വേണ്ടു. കഥ അന്യം മുഴുവിപ്പിക്കൊന്നും വേണ്ട. ഇന്നലെ വരെ ശത്രുവായിട്ട് കണ്ടു, ഇപ്പോൾ 12 മാസം ഭഗവാനെ ഭജിച്ചതിൻ്റെ ഫലം കണ്ടോ? ആ ശത്രുവിനെ പോലും വത്സ ഉണ്ണീന്ന് വിളിക്കണം വെച്ചാൽ എത്ര കണ്ട ആ അമ്മയുടെ മനസ്സുയർന്നു. അതുകൊണ്ട് ഭജിച്ചാൽ വെറുതെയാവില്ല, നമ്മുടെ മനസ്സങ്ങോട്ട് ഉയരും. തുച്ഛങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളോട് കൂടി ഭജിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആഗ്രഹം കണ്ട് അസ്തമിക്കും, ഭജന നിൽക്കില്ല. എന്താണ്? അയ്യേ, തൻ്റെ ആഗ്രഹമൊക്കെ എത്ര മോശമായി ഭഗവാനെ കണ്ടിട്ട് അത് ചോദിക്കുക. അത്ര മോശം ചോദിക്കില്ല. അങ്ങനെ അതങ്ങോട്ട് നിന്ന് ഹൃദയം ശുദ്ധമാവും. ഇന്ദ്രൻ ചോദിച്ചു, അമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടു? ഞാൻ മരിച്ചു കാണണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഉണ്ടായിരുന്നോ? ഇപ്പം ഇല്ല എന്നാ. പണ്ടുണ്ടായിരുന്നു. 12 മാസം മുന്നേ ചോദിക്കണം. ഉണ്ടായിരുന്നു? ഇല്ല പറഞ്ഞു. അമ്മയ്ക്ക് ഇപ്പം അമ്മയുടെ മക്കൾ നേരെയായ പോരെ, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാം, അവർ സ്വർഗത്തിലിരിക്കട്ടെ, അത് മതി എന്ന് പറഞ്ഞപ്പോൾ ഈ 49 പേര് ആര് കൊണ്ടുപോയി? ഇന്ദ്രൻ കൊണ്ടുപോയി. അവരിപ്പോൾ സ്വർഗത്തിലുണ്ട്. കുറച്ച് അസുരന്മാർ എവിടെ ഉണ്ട്? ഇന്ദ്രൻ്റെ അനിയന്മാരായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് മരുത്തുക്കൾ എന്നാണ് അവരെ പറയുക. ഇന്ദ്രൻ അതിസമർത്ഥന. കാരണം ഇവർ തൻ്റെ വജ്രതായികൊന്നും കൊണ്ട് ചാവാത്തവരാ. ഇവർ ഇവിടുന്ന് വളർന്നാൽ ഭാവിയിൽ തനിക്ക് അപകടമാവും. അസുരന്മാരെ പാർട്ടിയിലാവും അവരുണ്ടാവുക. അതുകൊണ്ട് ഇവരെങ്ങോട്ട് കൊണ്ടുപോയി? ആ സമയം തന്നെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അതാണ് ഇന്ദ്രൻ്റെ വിളവ്. ഏതായാലും കഥയുടെ താല്പര്യം ഇത്രയേ ഉള്ളൂ. ഭജിക്കേണ്ടത് ഒരിക്കലും വെറുതെ ആവില്ല എന്ന് കാണിക്കാൻ ആ പോഷണം എന്ന ലീല. അങ്ങനെയാണ് ഷഷ്ഠസ്കന്ധം സമർപ്പിക്കുന്നത്. പിന്നീട് സപ്തമസ്കന്ധം കർമ്മവാസനയെ പറ്റി പ്രതിപാദിക്കുകയാണ്. പ്രഹ്ലാദന് വേണ്ടി ഒരു സ്കന്ധം തന്നെ, 15 അധ്യായം കർമ്മവാസന ആണ്. അതാ വിഷയം. എങ്ങനെയാണ് സദ്വാസന വളർത്തുക, എങ്ങനെയാണ് ദുർവാസന ഇല്ലാണ്ടിയാക്കുക, എങ്ങനെയാണ് ഒരു ജീവൻ ശുദ്ധാവുക. അതിൽ നമുക്ക് വല്ലതും ചെയ്യാനുണ്ടോ? ഒക്കെ ഭഗവാനെ ഏൽപ്പിക്കണോ, അല്ലെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും അധ്വാനിക്കണോ? അതൊക്കെ വർണ്ണിക്കുകയാണ് ഇവിടെ. പരീക്ഷത്തിൻ്റെ ചോദ്യം, ഭഗവാൻ എന്താ ഈ ദേവന്മാരോട് കുറച്ചധികം സ്നേഹം, അസുരന്മാരോട് എന്താ ഒരു വിദ്വേഷം? അപ്പോൾ ഉത്തരമായിട്ട് പറഞ്ഞു, ഇല്ല, തനിക്കങ്ങനെ തോന്നുകയാണ്. അങ്ങനെ അസുരന്മാരുടെ വിദ്വേഷം ഉള്ള ആളാണെങ്കിൽ നരസിംഹം ആരെയാ മടിയിൽ വെച്ചത്? ദേവക്കുട്ടി. ഒരു അസുരബാലനാണ് പ്രഹ്ലാദൻ. ആ അസുരബാലനെ ഭഗവാൻ ലാളിച്ചില്ലേ? ആ ഉണ്ണിക്ക് വേണ്ടല്ലേ ഭഗവാൻ കഴുത്തിൻ്റെ മുകളിലേക്ക് സിംഹം പെടുന്ന അങ്ങോട്ട്. മനുഷ്യനും എത്ര കഷ്ടപ്പെട്ടു ഭഗവാൻ. ആർക്ക് വേണ്ടി? ഈ അസുരബാലന് വേണ്ടി. അതുകൊണ്ട് അങ്ങനെ പറയരുത്. നമുക്ക് വിവരമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ പറയുകയാണ്. ഭഗവാൻ അങ്ങനെയല്ല. അസുരനാണോ ദേവനാണോ എന്നുള്ള വ്യത്യാസമൊന്നും ഭഗവാനില്ല. ഭഗവാന് കാരുണ്യം എല്ലാവരോടും ഒരുപോലെയാണെന്ന് പറഞ്ഞ് ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ കഥ വർണ്ണിക്കുകയാണ്. അതാണ് പ്രഹ്ലാദ ചരിതം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ